എവിടെ ഇല്ലേ എല്ലാവരും? യെസ്, അപ്പോൾ വീഡിയോ ഓൺ ചെയ്യാത്തവരൊക്കെ വീഡിയോ ഓൺ ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമ്മൾ ഇന്ന് ഇക്കണോമിക്സിലെ 4 ചാപ്റ്റേഴ്സ് ആണ് റിവൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവരും പാർട്ട് 1-ന്റെയും അതുപോലെ പാർട്ട് 2-ന്റെയും ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഇതുവരെയുള്ള എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിരുന്നു മക്കളെ? ഈസി ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച് ഈസി ആയിരുന്നോ? കുഴപ്പമില്ലായിരുന്നോ? യെസ്. അപ്പോൾ ഇനി എക്കണോമിക്സ് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണ്ടേ? അപ്പോൾ എല്ലാവരും പാർട്ട് 1-ന്റെയും പാർട്ട് 2-ന്റെയും ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെക്കുക. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 4ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. പോവേർട്ടി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ചാപ്റ്റർ ആയിരിക്കും ആദ്യം നമ്മൾ കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലാസ് കേൾക്കാൻ റെഡി ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച എല്ലാവരും. യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താണ് പോവേർട്ടി എന്ന് പറഞ്ഞ് തുടങ്ങാം. ഇപ്പൊ പോവേർട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് അല്ലേ? ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ബേസിക് ആയിട്ട് ലൈഫിൽ വേണ്ട കാര്യങ്ങൾ പോലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ദാരിദ്ര്യം എന്ന് വിളിക്കുക. നമ്മൾ ദരിദ്രരാണോ? അല്ല. കാരണം എന്താ? നമുക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നുണ്ട് അല്ലേ? നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നില്ലേ? ഹെൽത്ത് ഉണ്ട്. ഹെൽത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പാരൻസ് നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഷെൽട്ടർ ഉണ്ട്, ഫുഡ് ഉണ്ട്, ക്ലോത്തിങ് ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അല്ലേ മക്കളെ? ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. യെസ്. അപ്പൊ ഇതൊന്നും കിട്ടാത്ത ആളുകളുണ്ട്. ഇതിന് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും നിറവേറ്റാൻ സാധിക്കാത്ത ആളുകളുണ്ട്. അതിന് പോലും വരുമാനം ഇല്ലാത്തവരുണ്ട്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ദരിദ്രരെന്നും അങ്ങനെയുള്ള അവസ്ഥേനെയാണ് നമ്മൾ പോവേർട്ടി എന്നും വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ ഡെഫിനിഷൻ കണ്ടോ? ഈ ഡെഫിനിഷൻ എല്ലാവർക്കും സെറ്റ് അല്ലേ? സെറ്റ് ആണെങ്കിൽ മക്കളെ ഒന്ന് കൈവീശിക്കേ. യെസ്. അപ്പൊ ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കാം കേട്ടോ. എസ്സേ ചോദിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് എന്താണ് പോവേർട്ടി എന്നും ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ എല്ലാവരും മാർക്ക് ചെയ്തോ കേട്ടോ. ഓരോ പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന പോയിന്റ്സ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. അപ്പൊ പോവേർട്ടിയുടെ ഡെഫിനിഷൻ നിങ്ങൾ എന്തായാലും പഠിക്കണം. ഇനി അടുത്തതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പുവർ പീപ്പിൾ. അപ്പൊ ദരിദ്രരായിട്ടുള്ള ജനങ്ങളുടെ സവിശേഷത, അതിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്? ഇത് നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നുള്ളൂ. എന്തൊക്കെയാണ്? ഇവർക്ക് എന്താ? വരുമാനം കുറവായിരിക്കും അല്ലെ? ലോ ഇൻകം ആയിരിക്കും. അതുപോലെ ഇവർക്ക് സ്വന്തമായിട്ട് ഒരു അസറ്റുകളും ഉണ്ടാവില്ല. അതായത് സ്വന്തം പേരിൽ ഭൂമിയോ ഒരു വീടോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ ഇവർക്ക് തൊഴിലുണ്ടാവില്ല. പ്രോപ്പർ ആയിട്ടുള്ള അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. പിന്നെ ഇവർക്ക് പ്രോപ്പർ വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടാവില്ല. അതിനെയാണ് നമ്മൾ ഇലിറ്ററസി എന്ന് വിളിക്കുക. പിന്നെ എന്തൊക്കെ പോയിന്റ്സ് ആണ്? ആരോഗ്യം ഇല്ലാത്ത അവസ്ഥ, പോഷകാഹാരക്കുറവ് കൊണ്ടുള്ള മാൽ ന്യൂട്രീഷൻ പോലുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഇൻഡെപ്റ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടക്കെണി. അതായത് ഈ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത ആളുകൾ എന്താ ചെയ്യുക? അവര് വേറെ ആളുകളിൽ നിന്ന് പൈസ കടം വാങ്ങും. അങ്ങനെ വരുമ്പോൾ അവർക്ക് അത് തിരിച്ചടക്കാൻ പറ്റാതെ ആവുകയും അവരൊരു കടക്കെണിയിലാവുകയും ചെയ്യുന്നു. അതാണ് ഇൻഡെപ്റ്റഡ്നെസ്. ക്ലിയർ ആയോ? ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയെങ്കിൽ ഒന്ന് കൈവീശിക്കേ. പിന്നെ ഇവിടെ വേറെയും കുറെ പോയിന്റ്സ് ഉണ്ട്. നോ ഇലക്ട്രിസിറ്റി, നോ ഡ്രിങ്കിങ് വാട്ടർ, അതുപോലെ വേറെന്താ? പിന്നെ വർക്കിംഗ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ. അൺഓർഗനൈസ്ഡ് സെക്ടർ എല്ലാവരും മനസ്സിലാക്കിക്കോ. എന്താണ് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ? ഇതിന് വേറൊരു പേരും കൂടിയുണ്ട്. ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിനെയാണ് നമ്മൾ ഇൻഫോർമൽ സെക്ടർ എന്ന് വിളിക്കുക. എന്താ ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇവിടെ ജോബ് സെക്യൂരിറ്റി ഉണ്ടാവില്ല. റെഗുലർ ആയിട്ട് വർക്ക് ഉണ്ടാവണം എന്നില്ല. പെർമനന്റ് ജോബുകളായിരിക്കില്ല. അവർക്ക് ലീവ് പ്രോപ്പറായിട്ട് കിട്ടില്ല. അങ്ങനെയുള്ള അവസ്ഥ, അങ്ങനെയുള്ള സെക്ടറാണ് എന്ത്? അൺഓർഗനൈസ്ഡ് സെക്ടർ അല്ലെങ്കിൽ ഇൻഫോർമൽ സെക്ടർ എന്ന് പറയാം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഫോർമൽ സെക്ടർ അഥവാ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ. അതായത് റെഗുലർ സാലറി കിട്ടുന്നത്, പിന്നെ പെൻഷൻ അതുപോലുള്ള ബെനിഫിറ്റ് കിട്ടുന്നത്, ജോബ് സെക്യൂരിറ്റി ഉള്ള അങ്ങനെയുള്ള സെക്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോബ് കാറ്റഗറീനെയാണ് നമ്മൾ ഓർഗനൈസ്ഡ് സെക്ടർ അല്ലെങ്കിൽ ഫോർമൽ സെക്ടർ എന്ന് പറയാം. അപ്പൊ വ്യത്യാസം മനസ്സിലാക്കിക്കോ. ഫോർമൽ സെക്ടർ, ഇൻഫോർമൽ സെക്ടർ തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സെറ്റ് ആണോ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. യെസ്. അപ്പൊ ഈ ഫീച്ചേഴ്സ് നിങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാൽ ഇവിടെ നിങ്ങൾ ഓർഗനൈസ്ഡ് സെക്ടർ അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് സെക്ടർ അല്ലെങ്കിൽ ഫോർമൽ സെക്ടർ, ഇൻഫോർമൽ സെക്ടർ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. കോസസ് ഓഫ് പോവേർട്ടിയും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പുവർ പീപ്പിളിലെയും പോയിന്റ്സ് ഒക്കെ ഏകദേശം സിമിലർ ആണ്. അപ്പൊ ഇത് തന്നെയാണ് കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്ത ടോപ്പിക്കാണ് ഹൗ ആർ ദ പുവർ ഐഡന്റിഫൈഡ്. നമുക്ക് ഈ പുവർ ആയിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പോൾ അവർ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം അല്ലേ?
എത്ര പേരുണ്ട് പൂറായിട്ടുള്ള ആളുകൾ. സോ അതിനുവേണ്ടി ഏറ്റവും ആദ്യം എഫേർട്ട് ഇട്ട ഒരു വ്യക്തിയാണ് ദാദാബായ് നവറോജി. സോ ഈ ഒരു പേര് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കണം. ദാദാബായ് നവറോജി ആണ് ആദ്യമായിട്ട് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ പോവർട്ടി എസ്റ്റിമേറ്റ് ചെയ്തത്. ആൻഡ് അദ്ദേഹം പോവർട്ടി ലൈൻ വെച്ചിട്ടാണ് അത് കണക്കാക്കിയത്. ആൻഡ് പോവർട്ടി ലൈൻ അദ്ദേഹം ബേസ് ചെയ്തേക്കണം ഏതൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ്? ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് പോവർട്ടി ലൈൻ അദ്ദേഹം എസ്റ്റിമേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ള ആളുകളുടെ എണ്ണം അദ്ദേഹം എസ്റ്റിമേറ്റ് ചെയ്തത്. ആൻഡ് ഇതിനു വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? ജയിലിലുള്ള ഒരു പ്രിസണറിന്റെ മെനു പഠിച്ചു. അതായത് കോസ്റ്റ്, എന്തിന്റെ? ഫുഡിന്റെ കോസ്റ്റ്. ഒരാൾക്ക്, ആ പ്രിസണർക്ക് ഒരു ദിവസം വേണ്ടി വരുന്ന മെനുവിന്റെ കോസ്റ്റ് പഠിച്ചിട്ടാണ് പോവർട്ടി ലൈൻ ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്തത്. അതിനെയാണ് നമ്മൾ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് വിളിക്കുക. ഈ ഒരു കോൺസെപ്റ്റ് ആരുടെയാണ്? അല്ലെങ്കിൽ ദാദാബായ് നവറോജി പോവർട്ടി ലൈൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച കോൺസെപ്റ്റ് ഏതാണ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ആണോ? സെറ്റ് ആണോ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. ജസ്റ്റ് ആ കോൺസെപ്റ്റ് എന്താണ്, അതിന്റെ പേര് അറിഞ്ഞിരിക്കുക, ആരാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തതാണ് പോവർട്ടി ലൈൻ. ഇവിടെ പോവർട്ടി ലൈൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ എന്തായാലും പഠിച്ചോ, കാരണം എസ്സേയുടെ ഒപ്പം അത് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ കാലറി ഇൻടേക്കിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. അപ്പൊ എന്താണ് പോവർട്ടി ലൈൻ എന്ന് ആദ്യം പറയാം. എന്താണ് ദാരിദ്ര്യ രേഖ എന്ന് പറയുന്നത്? എന്താണ്? നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ദാരിദ്ര്യ രേഖ? കാണാൻ പറ്റുമോ മക്കളെ? കാണാൻ പറ്റില്ല എന്നാണെങ്കിൽ ഒന്ന് കൈവശിക്കേ. യെസ്, കാണാൻ പറ്റില്ല അല്ലെ? കാരണം എന്താ? അത് നമ്മൾ ഇമാജിനറി ആയിട്ട് ഫിക്സ് ചെയ്യുന്ന ഒരു ലൈനാണ്. ആ ലൈനിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളെയും ആകെ പോപ്പുലേഷന് 2 കാറ്റഗറി ആയിട്ട്, പുവർ ആയിട്ടും നോൺ പുവർ ആയിട്ടും ഡിവൈഡ് ചെയ്യുന്ന ഒരു ലൈനാണിത് പോവർട്ടി ലൈൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കട്ട് ഓഫ് പോയിന്റ് എന്നും നമുക്ക് വിളിക്കാം. അപ്പൊ അതാണ് അതിന്റെ ഡെഫിനിഷൻ. അപ്പൊ ആ ഡെഫിനിഷൻ നിങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചോ. ഇനി പോവർട്ടി അല്ലെങ്കിൽ പോവർട്ടിയിലുള്ള ജനങ്ങളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ പോവർട്ടി ലൈൻ കാലറി ഇൻടേക്കിന്റെ ബേസിസിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴാണ് നമുക്ക് കാലറീസ് കിട്ടുന്നത് അല്ലെ? ഇപ്പൊ റൂറൽ ഏരിയയിലും ഉള്ള അർബൻ ഏരിയയിലുള്ള ആളുകൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കാലറി ഇൻടേക്ക് ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ നോക്കി, റൂറൽ ഏരിയാസിൽ എത്രയാ വരുന്നത്? 2400 കാലറീസ് ആണ് അല്ലെ? 2400 കാലറീസ് ആണ് ഒരു ദിവസം ഒരു ആള് ആളുടെ ഉള്ളിലേക്ക് ചെല്ലേണ്ടതെന്ന് പറയുന്നത്. അതുപോലെ ഏർബൺ ഏരിയാസിൽ 2100 ഉള്ളൂ, 2100 കാലറീസ് ഉള്ളൂ. അതിന്റെ റീസണും കൂടി നിങ്ങൾ പഠിക്കുക. റീസൺ അറിയോ എല്ലാവർക്കും? എന്തുകൊണ്ടാണ് റൂറൽ ഏരിയാസിൽ കൂടുതൽ കാലറീസ് വേണമെന്ന് പറയാൻ കാരണം? റീസൺ അറിയാന്നുള്ളവരൊന്ന് കൈവശി കാണിച്ചേ. യെസ്, അപ്പൊ എന്തുകൊണ്ടാണ് മിസ് ഒന്നും കൂടെ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് റൂറൽ ഏരിയാസിൽ കാലറി ഇൻടേക്ക് കൂടുതൽ വേണമെന്ന് പറയാൻ കാരണം? റൂറൽ ഏരിയയിലുള്ള ജനങ്ങളാണ് കൂടുതൽ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ജോബുകൾ ചെയ്യുക അല്ലെ? കുറച്ചും കൂടി എഫേർട്ട് അധികം വേണ്ട, ശാരീരിക അധ്വാനം കൂടുതൽ വേണ്ട ജോലികൾ ചെയ്യുന്നത് റൂറൽ ഏരിയാസിലുള്ള ജനങ്ങളായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ കാലറി ഇൻടേക്ക് ഒരു ദിവസം വേണമെന്ന് പറയാൻ കാരണം. ഓക്കെ, ആ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. അത് ചിലപ്പോൾ 2 മാർക്കിനോ 1 മാർക്കിനൊക്കെ ചോദിക്കാം. ഓക്കെ, ഇപ്പൊ സെറ്റ് ആണോ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവശിക്കേ. അപ്പൊ ഇതുവരെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പോവർട്ടിയുടെ ഡെഫിനിഷൻ എന്താന്ന് നോക്കി, അതുപോലെ പോവർട്ടി ലൈൻ എന്താന്ന് ഇപ്പൊ പഠിച്ചു, പിന്നെ ദാദാബായ് നവറോജിയുടെ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പുവർ പീപ്പിൾ. ഇത്രയും ടോപ്പിക്സ് ആണ് പഠിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവശിക്കേ. യെസ്, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകും. അപ്പൊ അടുത്തതാണ് കാറ്റഗറീസ് ഓഫ് പുവർ പീപ്പിൾ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? 5 കാറ്റഗറീസ് നമ്മൾ പടം വരച്ചൊക്കെ പഠിച്ചില്ലായിരുന്നോ? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കൈവശിക്കേ. നിങ്ങളെല്ലാം ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക കേട്ടോ, ആരെയും ഉറക്കം തൂങ്ങരുതേ. യെസ്, അപ്പൊ കാറ്റഗറീസ് ഓഫ് പുവർ 5 എണ്ണം ഉണ്ട്. അതില് പേരുകളെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. വിത്ത് ഡയഗ്രാം വേണം പഠിക്കാൻ കേട്ടോ. അപ്പൊ ഓൾവേസ് പുവർ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾവേസ് പുവർ എന്ന് പറഞ്ഞ കാറ്റഗറി എന്താ? ആ പേര് പോലെ തന്നെയാണ്. അവരെപ്പോഴും പോവർട്ടി ലൈനിന്റെ താഴെയായിരിക്കും. അവർ ഒരിക്കൽ പോലും പോവർട്ടി ലൈനിന്റെ മുകളിലേക്ക് വരില്ല. ഓൾവേസ് പുവർ ആണ്. ആൻഡ് സെക്കൻഡ് എന്താ? യൂഷ്വലി പുവർ, അതായത് മിക്കപ്പോഴും അവർ പുവർ ആണ്. ബട്ട് ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വല്ല ലോട്ടറി അടിക്കുമ്പോഴോ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് അവർ പോവർട്ടി ലൈനിന്റെ മുകളിലേക്ക് വരും. അതാണ് യൂഷ്വലി പുവർ എന്ന് പറഞ്ഞ കാറ്റഗറി. ആ 2 കാറ്റഗറീനെ നമ്മൾ ഒരുമിച്ച് ഒരു പേര് പറയും. അതും കൂടി പഠിച്ചു നോക്കുക. എന്താണ്? ക്രോണിക് പുവർ കേട്ടോ. ഓൾവേസ് പുവറും യൂഷ്വലി പുവർ എന്ന് പറഞ്ഞ കാറ്റഗറീനെ ഒരുമിച്ച് പറയുന്ന പേരാണ് എന്ത്? ക്രോണിക് പുവർ. സെറ്റാണോ? സെറ്റാണെങ്കിൽ ഒന്ന് കൈവശിക്കേ. യെസ്, ഇനി അടുത്ത കാറ്റഗറിയാണ് ചേണിങ് പുവർ. ചേണിങ് പുവർ എന്ന് പറഞ്ഞാൽ എന്താ? അവർക്കൊരു സ്ഥിരതയില്ല.
പോവർട്ടി ലൈനിന്റെ മുകളിലേക്ക് പോവും, വീണ്ടും താഴത്തേക്ക് വരും, മുകളിലേക്ക് പോവും, താഴത്തേക്ക് വരും. അതായത് ലൈഫിൽ എപ്പോഴും ഉയർച്ചകളും താഴ്ചകളും, അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള കാറ്റഗറിയാണ് ചേർണിംഗ് പുവർ. പിന്നെ ഒക്കേഷണലി പുവർ എന്ന് പറഞ്ഞാൽ എന്താ? അവർ ചില ഒക്കേഷൻസിൽ മാത്രമാണ് പുവർ ആവുക, ബാക്കിയുള്ള സമയമൊക്കെ അവരെന്താണ്? എബോവ് പോവർട്ടി ലൈൻ ആയിരിക്കും. ഈ രണ്ട് കാറ്റഗറീനെ, ചേർണിങ്ങിനെയും ഒക്കേഷണലി പുവറിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് ട്രാൻസിയന്റ് പുവർ. കേട്ടോ? സെറ്റ് അല്ലേ? ഇനി അടുത്ത എന്താ? നെവർ പുവർ. നെവർ പുവർ എന്ന് പറഞ്ഞാൽ എന്താ? നോൺ പുവർ ആണ്. അതായത് ഒരിക്കൽ പോലും പോവർട്ടി അനുഭവിക്കാത്ത ജനങ്ങളാണ്. അവരെപ്പോഴും എന്താ? ദേ വിൽ ബി ഓൾവേസ് ലൈങ് എബവ് പോവർട്ടി ലൈൻ. പോവർട്ടി ലൈനിന്റെ മുകളിലായിരിക്കും അവരുടെ മൂവ്മെന്റ് എപ്പോഴും ഉണ്ടാവുക. സെറ്റ് ആണോ മക്കളെ? ഈ 5 കാറ്റഗറി നിങ്ങൾ പഠിച്ചോ? ഇപ്പൊ തന്നെ പഠിച്ചോ? സെറ്റ് അല്ലേ? സെറ്റ് ആണെങ്കിൽ കൈവശിക്ക്. ഡയഗ്രാം കൂടി നിങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ. ചിലപ്പോൾ ഡയഗ്രാം കാണിച്ചിട്ടായിരിക്കും ചോദിക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകും. സോ അടുത്തതാണ് നമ്പർ ഓഫ് പുവർ ഇൻ ഇന്ത്യ. പുവർ ആയിട്ടുള്ള ആളുകളുടെ എണ്ണം നമ്മൾ എങ്ങനെയാ ഇന്ത്യയിൽ കണക്കാക്കുന്നത്? അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റേഷ്യോ ആണ് ഹെഡ് കൗണ്ട് റേഷ്യോ. അപ്പൊ ഈ ഹെഡ് കൗണ്ട് റേഷ്യോയുടെ ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, 1 മാർക്കിന് ചോദിക്കാം. അപ്പൊ എന്താണ് ഹെഡ് കൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത്? നമ്പർ ഓഫ് പുവർ ആളുകൾ, എത്ര നമ്പർ ഓഫ് പുവർ പീപ്പിൾ ഉണ്ടോ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ, അതാണ് റേഷ്യോ. പെർസെൻറ്റേജിലാണെങ്കിൽ ഇൻറ്റു 100 ചെയ്താൽ പെർസെൻറ്റേജ് വാല്യൂ കിട്ടും അതിന്റെ. സോ ഹെഡ് കൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് പുവർ ടു ടോട്ടൽ പോപ്പുലേഷൻ ആണ്. ആൻഡ് ഈ നമ്പർ ഓഫ് പുവർ, ഈ പുവർ ആയിട്ടുള്ള ആളുകളുടെ ഡേറ്റ കളക്ട് ചെയ്യുന്നത് ആരാ? ഡേറ്റ കളക്ട് ചെയ്യുന്നത് NSSO ആണ്, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ഓക്കെ, ആ ഓർഗനൈസേഷൻ ആണ് നമ്മുടെ ഈ പുവർ ആയിട്ടുള്ള ആളുകളുടെ ഡേറ്റയൊക്കെ കളക്ട് ചെയ്യുന്നത്. ആൻഡ് അത് പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? ഒഫീഷ്യലി അത് പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? പ്ലാനിംഗ് കമ്മീഷൻ ആണ്. ഇപ്പോ പ്ലാനിംഗ് കമ്മീഷൻ നിലവിലെ പേരെന്താ മക്കളെ? നമുക്ക് ഒരാളോട് ചോദിച്ചാലോ? അഭിനവ്? യെസ്, നീതി ആയോഗ് ആണ്. അപ്പൊ ഇപ്പൊ നിലവിൽ ഇതിന്റെ ഒഫീഷ്യൽ ഡേറ്റ പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? നീതി ആയോഗ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ കറണ്ട് പേര് ഉപയോഗിക്കുക. പ്ലാനിംഗ് കമ്മീഷൻ എന്ന പേരൊക്കെ മാറി ഇപ്പൊ നീതി ആയോഗ് ആണ്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം കേട്ടോ. യെസ്, അപ്പൊ അടുത്ത ടോപ്പിക് ആണ് കറന്റ് സ്റ്റേറ്റസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. അതായത് നമ്മൾ ഇന്ത്യയിൽ ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് പോവർട്ടി കൂടുതൽ, എവിടെയൊക്കെയാണ് പോവർട്ടി കുറവ് എന്നുള്ളതാണ്. ജസ്റ്റ് നോട്ട് ചെയ്യാൻ 2-3 സ്റ്റേറ്റുകൾ പേരൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. നമ്മുടെ കേരളത്തിൽ പോവർട്ടി കുറവാണ് കേട്ടോ, തമിഴ്നാട്ടിലും കുറവാണ്, കർണാടകയിൽ കുറവാണ്. ഇനി എവിടെയൊക്കെയാണ് കൂടുതൽ? ബീഹാർ, ഒറീസ, വെസ്റ്റ് ബംഗാളിലൊക്കെയാണ്. അപ്പൊ ജസ്റ്റ് അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നും നിൽക്കണ്ട. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സൈഡിലേക്ക് പോകാം. നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളത് മാത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? കുഴപ്പമില്ലല്ലോ? കൈവശി കാണിച്ചേ. യെസ്, അപ്പൊ അടുത്തതാണ് കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പുവർ പീപ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതേ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ഇവിടെയും വരാം. അപ്പൊ ഇതൊരെണ്ണം പഠിച്ചാൽ നിങ്ങൾക്ക് മറ്റേതും എഴുതാന്നുള്ളതാണ്. ബട്ട് ഈ കോസസ് ഓഫ് പോവർട്ടി മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്കിന് വരെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 4 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് പോവർട്ടി എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു 4 പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എഴുതണ്ട. നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് എളുപ്പമുള്ളൊരു പോയിന്റ് നോക്കിയിട്ട് അതൊരു 1 ലൈനിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ലേ ഈ പോയിന്റ്സ് ഒക്കെ? അറിയാം മക്കളെ? അറിയാമെങ്കിൽ ഒന്ന് കൈവശിക്കേ. ജസ്റ്റ് ഒരു 1 ലൈനിൽ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എന്തുകൊണ്ടാണ് ഈ ഒരു റീസൺ പോവർട്ടിയിലേക്ക് നയിക്കുന്നത് എന്ന് ജസ്റ്റ് 1 ലൈനിൽ എഴുതിയാൽ മതി. 4 മാർക്കിനാണെങ്കിൽ മാത്രം കേട്ടോ. പിന്നെ എക്സ്പ്ലെയിൻ എന്നാണെങ്കിൽ എഴുതാം. റൈറ്റ് എനി കോസസ് ഓഫ് പോവർട്ടി അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് പോയിന്റ് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് ജസ്റ്റ് ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞൊക്കെ തന്നെയാണ്. കൊളോണിയൽ റൂൾ ആൻഡ് ദ പോളിസീസ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇത് കോസസ് ആയിട്ട് പറയുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ബ്രിട്ടീഷുകാരുടെ അവരുടെ പോളിസീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ത്യയുടെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിനെയും അഗ്രികൾച്ചർ സെക്ടറിനെയൊക്കെ ഒരുപാട് എഫക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? സോ അതാണ് ഈ ഒരു പോയിന്റിൽ വരുന്നത്, കൊളോണിയൽ റൂൾ ആൻഡ് ദ പോളിസീസ്. പിന്നെ ലോ ഇൻകം, അൺഎംപ്ലോയ്മെന്റ്, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ലാക്ക് ഓഫ് അസറ്റ്സ്, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ എന്താ, അത്രയും എല്ലാ ജനങ്ങളെയും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള വിഭവങ്ങൾ, റിസോഴ്സസ് നമ്മുടെ ഇക്കോണമിയിൽ ഇല്ല.
അല്ലെ? സോ അത് പോവർട്ടിയിലേക്ക് നയിക്കാം. പിന്നെ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിലക്കയറ്റം. സാധനങ്ങളുടെയൊക്കെ വില കൂടിക്കഴിഞ്ഞാൽ എന്താ? ഈ പുവർ ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ലോ ഇൻകം വെച്ച് അതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ അതുകൊണ്ട് അതും ഒരു കോസ് ആണ്. പിന്നെ ഇനിക്വാലിറ്റീസ്, അസമത്വം. പിന്നെ ഇൻഡക്റ്റഡ്നെസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണത്? കടക്കെണിയാണ് അല്ലെ? പിന്നെ വർക്കിംഗ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ. അപ്പൊ ഇത്രയുമാണ് കോസസ്. ഇനിയും ഉണ്ട്, നിങ്ങൾ ഇത്രയൊക്കെ പഠിച്ചാൽ മതി. ഒരു 5 എണ്ണമൊക്കെ പഠിച്ചു വെക്കാം കേട്ടോ. 4 മാർക്കിൽ കൂടുതൽ ചോദിക്കില്ല. ഓക്കെ, സെറ്റ് ആണോ? സെറ്റ് ആണെങ്കിൽ മക്കളൊന്ന് കൈവശിക്കേ. ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് കേട്ടോ, ജസ്റ്റ് നോട്ട് ചെയ്യാം. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ മക്കളെ, അപ്പൊ ഇനി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുക. കാരണം ഇനി പറയാൻ പോകുന്ന ചില ടോപ്പിക്സ് 5 മാർക്ക് അതുപോലെ 8 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ അതിലൊരു ടോപ്പിക്കാണ് എന്ത്? 3 അപ്രോച്ചസ് ടു പോവർട്ടി അലിവേഷൻ. പോവർട്ടി അലിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദാരിദ്ര്യം കുറച്ചു കൊണ്ടുവരാം അല്ലെ? ഇല്ലാതാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് 3 തരത്തിലുള്ള അപ്രോച്ചുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തതാണ് ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച്, രണ്ടാമത്തത് എംപ്ലോയ്മെന്റ് ജനറേഷൻ, ആൻഡ് ദ തേർഡ് വൺ ഇസ് പ്രൊവിഷൻ ഓഫ് മിനിമം ബേസിക് അമ്യൂണിറ്റീസ്. ഇത് ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് എന്തായാലും ഒന്നും കൂടി ഇത് ഓരോന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് അപ്രോച്ചിലേക്ക് നമുക്ക് പോവാം. ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച്. ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് എന്താ ലക്ഷ്യം വെച്ചേ? നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യും. എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ രാജ്യത്തിലെ എല്ലാ ആൾക്കാർക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടും എന്നായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ എക്സ്പെക്ടേഷൻ. ആൻഡ് ഈ ഒരു അപ്രോച്ച് ഏത് തിയറിയുടെ ബേസിസിലാണ് വന്നിരിക്കുന്നത്? ട്രിക്കിൾ ഡൗൺ തിയറിയാണ്. ആ പേര് ഓർത്ത് വെക്കാം കേട്ടോ, ട്രിക്കിൾ ഡൗൺ തിയറി. അതായത് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് ആദ്യം റിച്ച് ആയിട്ടുള്ള ആളുകളിലേക്ക് ചെല്ലുകയും അവര് എന്താണ് അവരുടെ കൈവശമുള്ള പണമൊക്കെ ഉപയോഗിച്ച് പാവപ്പെട്ടവരെയൊക്കെ സഹായിച്ച് അവരിലേക്കും ആ ബെനിഫിറ്റ് എത്തി അവരുടെ പോവർട്ടി പതുക്കെ പതുക്കെ കുറയും. അതായിരുന്നു എക്സ്പെക്ടേഷൻ. അതായത് റിച്ച് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് അത് ട്രിക്കിൾ ചെയ്ത് അരിച്ചരിച്ചിറങ്ങി താഴെ തട്ടിലുള്ള ആൾക്കാരിലേക്കും എത്തും. അതാണ് കേട്ടോ എന്ത് ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ. അതാണ് ഈ കാണുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. കണ്ടോ? അക്കോർഡിംഗ് ടു ദിസ് തിയറി ഇന്ത്യ എന്താണ് ബിലീവ് ചെയ്തത്? ഇന്ത്യ ബിലീവ് ദാറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് വുഡ് ട്രിക്കിൾ ഡൗൺ ടു ദ പുവർ പീപ്പിൾ. പുവർ പീപ്പിളിലേക്കും ഇതിന്റെ ബെനിഫിറ്റ് എത്തുകയും അവർ പോവർട്ടിന്ന് മറികടന്ന് പോവർട്ടി അല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് അവർ നോൺ പുവർ ആയിട്ട് മാറുകയും ചെയ്യുന്നു. ബട്ട് ഇതൊരു ഫെയിലിയർ ആയിരുന്നു. ഈ ഒരു അപ്രോച്ച് ഒരു ഫെയിലിയർ ആയിരുന്നു. കാരണം എന്താ? നമ്മൾ വിചാരിച്ച എക്കണോമിക് ഗ്രോത്ത് നമുക്ക് ആ ഒരു വർഷം കിട്ടിയില്ല എന്നുള്ളതാണ്. അതാണ് ഈ ലാസ്റ്റ് കൺക്ലൂഷനിൽ പറയുന്നത്. നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് വളരെ കുറവായിരുന്നു. ആൻഡ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കോൺട്രറി ആയിട്ട് അവിടെ എന്ത് സംഭവിച്ചു? നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് വളരെയധികം കൂടുകയും ചെയ്തു. അപ്പൊ ഈ ഒരു സാഹചര്യം കൊണ്ട് നമ്മുടെ ഈ ഒരു അപ്രോച്ച് ഒരു ഫെയിലിയർ ആയി മാറി എന്നുള്ളതാണ്. ഓക്കെ, സെറ്റ് ആണോ? മനസ്സിലായെങ്കിൽ ഒന്ന് കൈവീശിക്കേ. യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് അപ്രോച്ചിലേക്ക് പോവാം. നെക്സ്റ്റ് അപ്രോച്ച് എന്താ? എംപ്ലോയ്മെന്റ് ജനറേഷൻ ആണ്. ഈ ഒരു അപ്രോച്ചിൽ വരുന്ന തിയറിയാണ് പുൾ അപ്പ് തിയറി. പുള്ളപ്പ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പോവർട്ടി ലൈനിന്റെ താഴെയുള്ള ജനങ്ങളെ പോവർട്ടി ലൈനിന്റെ മുകളിലേക്ക് പുള്ളി ചെയ്ത് കൊണ്ടുവരാം. അതായിരുന്നു ഈ ഒരു അപ്രോച്ചിന്റെ ലക്ഷ്യം. എങ്ങനെയാ കൊണ്ടുവരാൻ സാധിക്കുക? അവർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട്. സോ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയും അവർക്കൊരു നല്ല ജോലി കണ്ടെത്തി കൊടുക്കുകയും അവർക്ക് അതുവഴി വരുമാനം കൂട്ടുക, അവരുടെ അസറ്റ്സ് കൂട്ടുക. അതായിരുന്നു ഈ ഒരു അപ്രോച്ചിന്റെ ലക്ഷ്യം വന്നിട്ട്. ഓക്കെ, ഇത് ഏത് 5 ഇയർ പ്ലാൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്തതെന്നും കൂടി ഓർത്ത് വെക്കുക. 3rd 5 ഇയർ പ്ലാൻ മുതലാണ്. ഓക്കെ, സെറ്റ് ആണോ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. യെസ്. അപ്പൊ നമുക്ക് ഇനി ഓരോരോ അപ്രോച്ചും കൂടിയുള്ള ബാക്കി നമുക്ക് അതും കൂടെ നോക്കാം. പ്രൊവൈഡിങ് മിനിമം ബേസിക് അമ്യൂണിറ്റീസ്. ഇത് 5th 5 ഇയർ പ്ലാൻ മുതലാണ് ഈ ഒരു അപ്രോച്ച് ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തത്. ആൻഡ് ഇവിടെ പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പോവർട്ടിയുടെ ഡെഫിനിഷൻ പറഞ്ഞില്ലേ? അതിനകത്ത് എന്താ പറഞ്ഞേ? മിനിമം ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ് അല്ലെ? അതാണ് ഈ മിനിമം ബേസിക് അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ക്ലോത്തിങ്, ഫുഡ്, വാട്ടർ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് ഈ ജനങ്ങൾക്ക്, പുവർ ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പോവർട്ടി കുറച്ചൊക്കെ കുറയൂലേ? സോ ഈ പറഞ്ഞ ഫീൽഡിൽ എല്ലാത്തിലും ഗവൺമെന്റ് എന്ത് ചെയ്യണം? സ്പെൻഡ് ചെയ്യണം. ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കൂട്ടണം. ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുക. അപ്പൊ ആളുകളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യുക. എന്ത് വഴി? പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടുന്നത് വഴി. ഏതൊക്കെ ഏരിയാസിലാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഏതൊക്കെ മേഖലകളിലാണ് സ്പെൻഡ് ചെയ്യേണ്ടത്? എഡ്യൂക്കേഷൻ,
ഹെൽത്ത്, ഹൗസിംഗ്, വാട്ടർ സപ്ലൈ എക്സെട്ര. അപ്പൊ ഈ ഒരു പ്രൊവൈഡിങ് മിനിമം ബേസിക് കമ്മ്യൂണിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ഈ പറഞ്ഞ ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള മേഖലകളിൽ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, സെറ്റ് ആണോ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. ഓക്കെ, അപ്പൊ ഈ 3 അപ്രോച്ച് സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ, 3 or 4 മാർക്കിനൊക്കെ. ഏതൊക്കെയാണ് 3 അപ്രോച്ചസ് ടു പോവർട്ടി അലിവിയേഷൻ അഡോപ്റ്റഡ് ബൈ ഇന്ത്യൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നോട്ട് ചെയ്യാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കേട്ടോ. യെസ്, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തതാണ് നമ്മളുടെ എസ്സേ ക്വസ്റ്റ്യൻ കേട്ടോ. നിങ്ങൾ നോട്ട് ചെയ്യാട്ടോ, 8 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോയാൽ ഇത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 8 മാർക്ക് സെറ്റാണ്. അപ്പൊ എന്തായാലും ഇത് സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കാം. ഇപ്പൊ പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസിലേക്ക് വരുവാണെങ്കിൽ ഈ പ്രോഗ്രാമുകളെ നമ്മൾ 3 ആയിട്ട് ആദ്യം തന്നെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? സെൽഫ് എംപ്ലോയ്മെന്റ് അഥവാ വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്, പിന്നെ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസും സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസും. അപ്പൊ ഈ കാറ്റഗറിയുടെ പേര് തന്നെ ആദ്യം പഠിക്കാം. ഓക്കെ, സെറ്റ് ആണ്. ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തിട്ട് വേണം എഴുതാൻ. ഇതേപോലെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് വേണം നിങ്ങൾ പ്രോഗ്രാംസിന്റെ പേരൊക്കെ എഴുതാൻ. ഓക്കെ, അപ്പൊ ഈ 3 കാറ്റഗറിയുടെ പേര് സെറ്റ് ആണോ? റെഡി ആണോ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ചേ. യെസ്, ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം കേട്ടോ. ഇനി ഓരോ പ്രോഗ്രാംസ് ആയിട്ട് നമുക്ക് പഠിക്കാം. ആദ്യത്താണ് സെൽഫ് എംപ്ലോയ്മെന്റ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്. അതിൽ വരുന്ന ഒരു 7 പ്രോഗ്രാംസിന്റെ പേര് മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാ പ്രോഗ്രാംസും പഠിക്കണ്ട, എല്ലാത്തിന്റെ പേരൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണ്ടി ഒരു 4 പ്രോഗ്രാംസ് പഠിച്ചു വെക്കണം ഓരോന്നിലും കേട്ടോ. 3 കാറ്റഗറി ആണ് നമ്മൾ പറഞ്ഞ. ആ 3 കാറ്റഗറിയിൽ 4 പ്രോഗ്രാംസ് വെച്ച് നിങ്ങൾ എന്തായാലും പഠിക്കാം. നമുക്ക് ഈ പേരൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാലോ. സെൽഫ് എംപ്ലോയ്മെന്റ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസിൽ ആദ്യം വരുന്ന ഇവിടെ എന്താ? PMRY, പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന, അതുപോലെ NRY നെഹ്റു റോസ്ഗാർ യോജന, JRY ജവഹർ റോസ്ഗാർ യോജന. പിന്നെ അടുത്തതാണ് SGSY സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന. പിന്നെന്താ? SJSRY സ്വർണ ജയന്തി ഷഹരി റോസ്ഗാർ യോജന. പിന്നെ REGP റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം. പിന്നെ MGNREGP മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. അപ്പൊ ഇത്രയും പ്രോഗ്രാംസ് ആണ് സെൽഫ് എംപ്ലോയ്മെന്റിലും വേജ് എംപ്ലോയ്മെന്റിലും മാത്രമായിട്ടുള്ളത്. നമുക്ക് ഓരോന്നും ജസ്റ്റ് എന്താന്ന് നോക്കാം. റെഡി ആണോ? എല്ലാവരും റെഡി ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ച മക്കളെ. യെസ്, എല്ലാവരും നല്ല ആക്റ്റീവ് ആയിട്ട് തന്നെ ഇരിക്കുക കേട്ടോ, ഓർക്കം തൂങ്ങല്ലേ. യെസ്, ഓക്കെ, നമുക്ക് ഫസ്റ്റ് പ്രോഗ്രാമിലേക്ക് പോവാം. PMRY. ഇപ്പൊ PMRY എന്ന് പറഞ്ഞ പ്രോഗ്രാം ആരെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാം. എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് പേഴ്സൺസ് ആണ്. എഡ്യൂക്കേഷൻ ഉണ്ട് പക്ഷെ ജോലിയില്ല, അങ്ങനെയുള്ള ആളുകളെയാണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രോഗ്രാം. ആൻഡ് അത് റിച്ച് ആയിട്ടുള്ള ഫാമിലീസ് എന്നുള്ള ആൾക്കാരാണോ? അല്ല. ലോ ഇൻകം ഫാമിലീസിൽ പെടുന്ന എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് പേഴ്സൺസിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്ത്, അതായത് അവർക്ക് എന്തെങ്കിലും ചെറിയ പലിശക്ക് ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോണോ അങ്ങനെ എല്ലാം കൊടുത്ത് ഒരു സ്വന്തമായിട്ട് ചെറിയൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക. അതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം. അപ്പൊ ഇതൊരു സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആണ് കേട്ടോ. ഇനി അടുത്തതാണ് നെഹ്റു റോസ്ഗാർ യോജന. നെഹ്റു റോസ്ഗാർ യോജന ഏർബൻ ഏരിയാസിലുള്ള അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. ശ്രദ്ധിക്കുക, ഏത് ഏരിയ ആണ്? ഏർബൻ ഏരിയാസിലുള്ള അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നെഹ്റു റോസ്ഗാർ യോജന എന്ന് പറയുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ജവഹർ റോസ്ഗാർ യോജന എവിടെയാ? റൂറൽ ഏരിയാസിലാണ്. ഇത് ഏർബൺ ഏരിയാസിലുള്ള അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് റൂറൽ ഏരിയാസിലുള്ള അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പൊ ഇത് 3 സെറ്റ് ആണെങ്കിൽ മക്കളെ ഒന്ന് കൈവശി കാണിച്ചേ. യെസ്, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് പോകാം. അപ്പൊ 3 എണ്ണമാണ് നമ്മൾ നോക്കിയത്. ഇത് 3 സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് ആണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന. ഇപ്പൊ സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന എന്ന് പറയുന്നത് ഏത് ഫാമിലീസിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? പോവർട്ടി ലൈനിന്റെ താഴെയുള്ള BPL കാറ്റഗറിയിലുള്ള ഫാമിലീസിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന പ്രോഗ്രാമാണ്. ആൻഡ് എന്തിനു വേണ്ടിയിട്ടാ? സെൽഫ് എംപ്ലോയ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെയും ഇത് സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആണെന്ന് നോട്ട് ചെയ്യാം. ഇനി അടുത്തതാണ് സ്വർണ ജയന്തി ഷഹരി റോസ്ഗാർ യോജന. ഇത് സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാമും അറ്റ് ദ സെയിം ടൈം അതൊരു വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാമും കൂടിയാണ്.
ഏർബൺ ഏരിയാസിനെയാണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കേട്ടോ, ഏർബൺ ഏരിയാസ്. ഇനി REGP റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, ഈ പേര് പോലെ തന്നെ റൂറൽ ഏരിയാസിലും അതുപോലെ ചെറിയ ചെറിയ സ്മോൾ ടൗൺസിലുമുള്ള അൺഎംപ്ലോയിഡ് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതും ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആണ്. സ്വന്തമായിട്ട് ബിസിനസ്സും മറ്റും ചെയ്യാൻ വേണ്ടിയിട്ട് കുറഞ്ഞ ഇൻട്രസ്റ്റിന് ലോൺ കൊടുത്ത് സഹായിക്കുന്ന ഒരു പ്രോഗ്രാം, അതാണ് REGP. ഓക്കെ, ഏകദേശം എല്ലാ പ്രോഗ്രാമിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ, അത് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇനി ഒരേ ഒരു പ്രോഗ്രാമും കൂടി ഉള്ളു ബാക്കി, അപ്പൊ അതും കൂടി നമുക്ക് നോക്കാം. MGNREGP. സോ ഇത് നമ്മൾ അറിയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ തൊഴിലുറപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ മക്കളെ? ഉണ്ടെങ്കിൽ ഒന്ന് കൈവീശിക്കേ. ഇല്ലേ? യെസ് ഉണ്ട്. അപ്പൊ തൊഴിലുറപ്പ് എന്ന് പറയുന്ന സംഭവം ഇതാണ്. അതായത് ഒരു വർഷത്തിൽ 100 ദിവസം ഗ്യാരണ്ടീഡ് ആയിട്ട് ഗവൺമെന്റ് എന്ത് കൊടുക്കും? ജോലി കൊടുക്കും, വേജ് എംപ്ലോയ്മെന്റ് കൊടുക്കും, ദിവസക്കൂലി കിട്ടുന്ന പണി കൊടുക്കും. അതാണ്, അങ്ങനെയുള്ള ഒരു പദ്ധതിയാണ് MGNREGP എന്ന് പറയുന്നത്. സോ ഗ്യാരണ്ടീഡ് ആണ് ഇവിടെ വേജ് എംപ്ലോയ്മെന്റ്. എത്ര ദിവസം? 100 days a year. ഓക്കെ, അതാണ് MGNREGP എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സെറ്റ് ആണോ? ഇതാണ് സെൽഫ് എംപ്ലോയ്മെന്റ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്. ഇനി നമുക്ക് അടുത്തത് എന്താ? ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസിലേക്ക് പോകാം. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് അത് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും. എന്താണ് ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ്? ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. ഇവിടെ 5 എണ്ണം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഏതെങ്കിലും 4 എണ്ണം കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. PDS പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പിന്നെ ICDS ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം, മിഡ് ഡേ മീൽ അറ്റ് സ്കൂൾ അറിയാലോ, MDMS, പിന്നെ അന്നപൂർണ സ്കീം, അന്ത്യോദയ അന്ന യോജന AAY. ഓക്കെ, അപ്പൊ നമുക്കിനി ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ആദ്യത്തെ PDS നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അറിയില്ല മക്കളെ? ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. PDS പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പൊതു വിതരണ കേന്ദ്രം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാം. അതായത് നമ്മുടെ റേഷൻ ഷോപ്സ് ഒക്കെ ഫുഡ് ഗ്രെയിൻസ് ഒക്കെ വളരെ കുറഞ്ഞ റേറ്റിൽ കൊടുക്കുന്നില്ലേ, അതാണെന്ത്? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. ഫുഡ് ഗ്രെയിൻസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അറ്റ് സബ്സിഡൈസ്ഡ് റേറ്റ്സ് ത്രൂ റേഷൻ ഷോപ്സ്. ഇനി ICDS എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഫുൾ ഫോമിൽ തന്നെ ചൈൽഡ് ഇല്ലേ, സോ അതിനെ കണക്ട് ചെയ്ത് ഓർക്കാം. അംഗൻവാടീസ് ഓർക്കാം. അംഗൻവാടീസിലൊക്കെ എന്താ ചെയ്യുന്നത്? 6 വയസ്സിൽ താഴെയുള്ള 6 വയസ്സിന്റെ പ്രായത്തിൽ താഴെയുള്ള കുട്ടികളെ എന്ത് ചെയ്യുന്നു? കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുക്കുന്നു. ഈ ന്യൂട്രീഷ്യസ് ഫുഡ് കുട്ടികൾക്ക് മാത്രമല്ല അവരുടെ അമ്മമാർക്കും കൊടുക്കും, പ്രഗ്നന്റ് ആയിട്ടുള്ള വിമനും കൊടുക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സ്കീമാണെന്ത്? ICDS എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് ആണോ? ഇത് രണ്ടും സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് പോവാം കേട്ടോ. ഇതൊക്കെ മാർക്ക് ചെയ്ത് വെക്കാം, നിങ്ങൾ വെറുതെ ഇരിക്കരുതേ. യെസ്, അടുത്താണ് മിഡ് ഡേ മീൽ അറ്റ് സ്കൂൾ. ഇത് നമുക്ക് അറിയാം അല്ലെ? ഉച്ചക്കഞ്ഞി. സ്കൂളുകളിൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ്? ഉച്ചക്കഞ്ഞി കൊടുക്കുന്നു. അതാണ് മിഡ് ഡേ മീൽ അറ്റ് സ്കൂൾ. പിന്നെന്താ? അന്നപൂർണ സ്കീം, AS. ഈ അന്നപൂർണ സ്കീമിൽ കവർ ചെയ്യുന്നത് ആരെയാണെന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പുവർ സീനിയർ സിറ്റിസൺസ്, അതായത് മുതിർന്ന പൗരന്മാര്, പുവർ ആയിട്ടുള്ള മുതിർന്ന പൗരന്മാർക്ക് എന്താണ് ഇവിടെ? ഓൾഡ് ഏജ് പെൻഷൻ പോലും കിട്ടാത്ത പൗരന്മാരാ. അവർക്ക് എന്താ? ഫ്രീ ആയിട്ട് ഫുഡ് ഗ്രെയിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. എത്രയാ? 10 കിലോഗ്രാം വരെ ഫുഡ് ഗ്രെയിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അന്നപൂർണ സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, പുവർ ആയിട്ടുള്ള സീനിയർ സിറ്റിസൺസിന്, പെൻഷൻ പോലും കിട്ടാത്ത പുവർ ആയിട്ടുള്ള സീനിയർ സിറ്റിസൺസിന് 10 കിലോഗ്രാം വരെ ഫുഡ് ഗ്രെയിൻസ് ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അന്നപൂർണ സ്കീം. ഇനി AAY അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്നത്, ഇവിടെയും ഫുഡ് ഗ്രെയിൻസ് പുവർ ആയിട്ടുള്ള ഫാമിലീസിന് സബ്സിഡൈസ്ഡ് റേറ്റിൽ വളരെ കുറഞ്ഞ റേറ്റിൽ കൊടുക്കുന്നു. സെറ്റ് ആണോ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. ഇപ്പൊ കഴിഞ്ഞു കേട്ടോ, 5 എണ്ണം കഴിഞ്ഞു. ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ് നിങ്ങൾ പഠിച്ചു. പഠിച്ചില്ലേ? പേരെങ്കിലും പഠിച്ചോ? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എവിടം വരെ എത്തി നിങ്ങളുടെ പഠിപ്പ്? എത്ര ചാപ്റ്റേഴ്സ് കവർ ചെയ്തു? ഒന്ന് കൈവച്ച ആക്ഷൻസ് കാണിച്ചത്. നിങ്ങൾ എത്ര ചാപ്റ്റേഴ്സ് ഇതുവരെ കവർ ചെയ്തു? 4? ചിലർ അതിൽ കൂടുതൽ കാണിക്കുന്നുണ്ട്. 9 ഒക്കെ ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, 9 എന്ന് പറഞ്ഞാൽ ഫുൾ ചാപ്റ്റർ. 9 എക്കണോമിക്സ് സ്റ്റാർട്ടിങ് കൂടെ കൂട്ടിയാണോ 9? പോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. അത്യാവശ്യം കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, സന്തോഷം. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. നല്ലോണം പഠിക്കണോട്ട് എല്ലാവരും നല്ല മാർക്ക് വാങ്ങണം. അടുത്താണ് സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ്. ഇപ്പൊ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസിൽ നമുക്കിവിടെ ഒരു 5 എണ്ണം അല്ലേ? 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ 4 എണ്ണം കൃത്യമായിട്ട് പഠിക്കുക. ഏതെങ്കിലും നിങ്ങൾക്ക് എളുപ്പമുള്ള 4 എണ്ണം കൃത്യമായിട്ട് പഠിച്ചു നോക്കാം കേട്ടോ.
ഫസ്റ്റ് വൺ ആം ആദ്മി ബീമാ യോജന, പിന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം, രാഷ്ട്രീയ സ്വസ്തിക ബീമാ യോജന, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം, ജനശ്രീ ബീമാ യോജന. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. യെസ്, നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം, ആം ആദ്മി ബീമാ യോജന. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ ആർക്കാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? ഇവിടെ ആർക്കാണ് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള ജോലി ചെയ്യുന്ന വർക്കേഴ്സിനാണ് ഇവിടെ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഈ ഒരു സ്കീം വഴി കൊടുക്കുന്നത്. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ നമുക്കറിയാം അവരുടെ ജോലി സ്ഥിരമല്ല, അവർക്ക് ജോബ് സെക്യൂരിറ്റി ഇല്ല, റെഗുലർ ആയിട്ടുള്ള സാലറി ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രൊട്ടക്ഷൻ വേണം അല്ലേ. സോ ഇങ്ങനെയുള്ള ആളുകൾ, അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള വർക്കേഴ്സിന് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സ്കീമാണ് ആം ആദ്മി ബീമാ യോജന. ഇനി അടുത്തതാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. ഇവിടെ 500 രൂപ വരെ ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള, അതായത് 65 വയസ്സിൽ മുകളിലുള്ള ആൾക്കാർക്ക് ഒരു പെൻഷൻ പോലെ 500 രൂപ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. ഇത് രണ്ടും ഓക്കെയാണോ? മനസ്സിലായെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചു മക്കളെ. യെസ്, നമുക്കിനി അടുത്ത സ്ലൈഡിലേക്ക് പോകാം, അടുത്ത പ്രോഗ്രാംസ് നോക്കാം. അടുത്തതാണ് രാഷ്ട്രീയ സ്വസ്തിക ബീമാ യോജന. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്തത് 2008. ഇതിന് മാത്രം ഇവിടെ ഇയർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 2008 സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കേട്ടോ. എന്തിനാ? ആരോഗ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഏത് ഫാമിലീസിനാ? BPL, ബിലോ പോവർട്ടി ലൈനിലുള്ള ഫാമിലീസിന്. സോ ഇത് സാധാരണ ഒരു ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ അല്ല, ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കേട്ടോ. ഇനി അടുത്തതാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുതിർന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എൽഡേർലി പുവർ ആയിട്ടുള്ള ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുന്ന, ആരും നോക്കാനില്ലാത്ത എൽഡേർലി പുവർ ആയിട്ടുള്ള ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. ഏറ്റവും ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുന്നത് വിഡോസിനും അതുപോലെ ആരുമില്ലാത്ത സ്ത്രീകൾക്കൊക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. ഇനി അടുത്തതാണ് ജനശ്രീ ബീമാ യോജന. ഇതും ഒരു ഇൻഷുറൻസ് പ്രോഗ്രാം ആണ്. ഇവിടെയും BPL ഫാമിലീസിനാണ് കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. സെറ്റാണോ? സെറ്റാണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഒരു essay ടോപ്പിക് ആണ് കേട്ടോ. പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് 3 ടൈപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. സെൽഫ് എംപ്ലോയ്മെന്റ്, വേജ് എംപ്ലോയ്മെന്റ്, അതുപോലെ ഫുഡ് സെക്യൂരിറ്റി, പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി. ഇതിൽ ഓരോന്നിലും നിങ്ങൾ എന്ത് ചെയ്യണം? 4 പ്രോഗ്രാംസ് വെച്ച് കറക്റ്റ് ആയിട്ട് പഠിക്കുക. പഠിക്കില്ല നിങ്ങൾ? പഠിക്കുമെങ്കിൽ കൈവശി കാണിച്ചേ. യെസ്, ഇനി നമുക്ക് ഈ പ്രോഗ്രാമുകളുടെ ക്രിറ്റിസിസം കൂടി നോക്കാം. അതും ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ essayയോടൊപ്പം വരും. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ്, അല്ലെങ്കിൽ ക്രിട്ടിക്കലി അസസ് പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ്ഞ് വരും. അതായത് ഇപ്പൊ നമ്മൾ പഠിച്ച പ്രോഗ്രാംസിന്റെ ഡ്രോബാക്സ് ആണ് ഈ ക്രിറ്റിസിസം ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ ഇവിടെ ആകെ 4 പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ 4 പോയിന്റ്സ് പഠിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, സെറ്റ് അല്ലേ? നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? ഈ ഓരോ പ്രോഗ്രാംസിനും നമുക്ക് റിസോഴ്സുകൾ വേണം അല്ലെ. ഈ ഓരോ പ്രോഗ്രാം പ്രോപ്പർ ആയിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെതായ വിഭവങ്ങൾ, റിസോഴ്സുകൾ വേണം. അപ്പൊ ഈ റിസോഴ്സസ് പ്രോപ്പർ ആയിട്ട്, സഫീഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സുകൾ ഇല്ലെങ്കിൽ ആ പ്രോഗ്രാം വർക്ക്ഔട്ട് ആവോ? അത് പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ അതാണ് ഒരു ഡ്രോബാക്ക്. ഇനി രണ്ടാമത്തത് എന്താണ്? ഈ പ്രോഗ്രാം നടപ്പിലാക്കുന്ന ഏജൻസി, അത് ഇംപ്ലിമെന്റ് ചെയ്യണ ഏജൻസിയുടെ ഭാഗത്തു നിന്ന് വല്ല അഴിമതിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പോഴും ആ പ്രോഗ്രാം ഒരു ഫെയിലിയർ ആണ്. സോ അതും ഒരു ഡ്രോബാക്ക് ആണ്. പിന്നെന്താണ്? പ്രോഗ്രാംസ് ആർ ഫ്രോഡ് വിത്ത് ലീക്കേജസ്. അതായത് പ്രോഗ്രാമിലേക്ക് വേണ്ട വിഭവങ്ങൾ അതിനിടയിൽ വെച്ച് ആരൊക്കെയോ തട്ടിപ്പും വെട്ടിപ്പൊക്കെ കാണിച്ച് അഴിമതി നടത്തി അത് അവിടുന്ന് മീൻസ് ആ പ്രോഗ്രാമിലേക്ക് എത്തുന്നില്ല. അതാണ് ലീക്കേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത ഇതിന്റെ ബെനിഫിറ്റ്സ് ആക്ച്വലി പുവർ ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തുന്നില്ല. നോൺ പുവർ ആയിട്ടുള്ള ആളുകളിലേക്കാണ് ഇത് കൂടുതലും ഇതിന്റെ ബെനിഫിറ്റ്സ് എത്തുന്നത് എന്നാണ് പറയുന്നത്. സോ ഇത് 4 ഇതിന്റെ ക്രിറ്റിസിസംസ്. ഓക്കെ, സെറ്റാണോ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. യെസ്, അങ്ങനെ നമ്മൾ പോവർട്ടി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ പോവർട്ടി, പിന്നെ എക്സ്പ്ലെയിൻ ദ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. അതൊരു സിംഗിൾ ക്വസ്റ്റ്യൻ ആണ്. A പാർട്ട് B പാർട്ട് എന്ന് പറഞ്ഞ 2 സബ് ക്വസ്റ്റ്യൻ ഉള്ള സിംഗിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് 7 മാർക്ക്, ഇത് 1 മാർക്ക്, അങ്ങനെ 8 മാർക്കിന്റെ ഒരു ചോദ്യമാണ് ആദ്യം കാണുന്നത്. പോവർട്ടി എന്താന്ന് എഴുതണം. പിന്നെ ഇപ്പൊ നമ്മൾ പഠിച്ച പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് ആണ് രണ്ടാമത് എഴുതേണ്ടത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. മനസ്സിലായില്ലേ ഏതാ എഴുതണ്ടേന്ന്?
ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ആക്ച്വലി എനിക്കത് കാണുന്നില്ല വായിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഒരാളെ വിളിച്ചാലോ? എന്താണ്? മിസ്രിയ, മിസ്രിയ ന്യൂസിലൻഡ് ആണോ? ആണോ? കാണുന്നുണ്ടോ? ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ആ, ഒന്ന് വായിച്ചേ. അതല്ല, ഇത് ഒറ്റ ക്വസ്റ്റ്യൻ ആണ്. ഈ എ ബി അത് കഴിഞ്ഞിട്ടുള്ള ഇത് 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 കാണില്ല? ആർക്കാ കാണണേ? ഓക്കെ ഓക്കെ, മിസ്രിയ വേറെ ആളെ വിളിക്കാം. ശിവമാധവ്. എന്താ? ആ, കേൾക്കാം കേൾക്കാം കേൾക്കാം. ആ, ഓക്കെ ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് യൂസ്ഡ് ബൈ ദാദാബായ് നവറോജി അല്ലെ ടു മെഷർ പോവർട്ടി ലൈൻ? ആൻസർ അറിയാവോ? ആ, ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ അല്ലേ? ഇവിടെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പൊ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ. നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ, ദാദാബായ് നവറോജി പോവർട്ടി ലൈൻ എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്തത്? ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗിന്റെ അടിസ്ഥാനത്തിലാണ്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശിക്കേ. യെസ്, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഇസ് ഹെഡ് കൗണ്ട് റേഷ്യോ? ഹെഡ് കൗണ്ട് റേഷ്യോ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു 2 മാർക്കിന്റെ ചോദ്യമായിരുന്നു. ഹെഡ് കൗണ്ട് റേഷ്യോ എന്താണ് നിങ്ങൾക്ക് അറിയില്ലേ? ഇപ്പൊ നമ്മൾ പഠിച്ചതാണ്. നമ്പർ ഓഫ് പുവർ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 100. അതാണ് നമ്മുടെ ഹെഡ് കൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ? ഞാൻ പറഞ്ഞില്ലേ കോസസ് ഇമ്പോർട്ടന്റ് ആണെന്ന്. ഈ കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ടോപ്പിക്ക് 2 മാർക്കിനും 3 മാർക്കിനും 4 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു 4 മാർക്കിന്റെ ഒരു ചോദ്യമായിരുന്നു എന്ന് തോന്നുന്നു. വാട്ട് ആർ ദി കോസസ്? നിങ്ങൾക്ക് അറിയാതെ കോസസ്? അറിയില്ല മക്കളെ? അറിയാമെങ്കിൽ ഒന്ന് കൈവശി കാണിച്ചേ. യെസ്. അപ്പൊ ഇനി അടുത്തതാണ് ഡിഫൈൻ പോവർട്ടി. അടുത്തൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവിടെ 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ പോവർട്ടി ലൈൻ. അപ്പൊ പോവർട്ടി ലൈൻ എന്താന്ന് നിങ്ങൾ ആദ്യം എഴുതണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദ 3 അപ്രോച്ചസ് അഡോപ്റ്റഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ പോവർട്ടി അലിവേഷൻ ഇൻ ഇന്ത്യ. ആ 3 അപ്രോച്ച് ഓർമ്മയില്ലേ? നമ്മളിപ്പോ പഠിച്ചില്ലേ 3 അപ്രോച്ച്? പേര് ഓർമ്മയുണ്ടോ? നമുക്ക് ഒരാളോട് ചോദിക്കാം. ഗൗരി നന്ദ. ഗുഡ് ഈവനിങ്. ആ, ചോദ്യം മനസ്സിലായ? ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പൊ ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ എല്ലാവരും ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാട്ടോ. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പൊ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് പോവർട്ടി കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. 5ാമത്തെ ചാപ്റ്റർ. തൊട്ടടുത്ത ചാപ്റ്റർ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയെങ്കിൽ ഒന്ന് കൈവശിക്കേ. പേജ് കിട്ടിയോ? യെസ്. അപ്പൊ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനിൽ നമുക്ക് ആദ്യം തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണെന്ന് അറിയണം. സാധാരണ ഒരു ഹ്യൂമൻ ബീങ് എപ്പോഴാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ആവുക? ആ ഹ്യൂമൻ ബീങ്ങിന് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കുമ്പോഴാണ് ഒരു ഹ്യൂമൻ ബീങ് ഹ്യൂമൻ ക്യാപിറ്റലായി മാറുന്നത്. അല്ലാണ്ട് സാധാരണ ഒന്നും ചെയ്യാത്തൊരു മനുഷ്യൻ നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് വിളിക്കില്ല. പ്രൊഡക്റ്റീവ് ആയിരിക്കണം. ഈ പറഞ്ഞ എഡ്യൂക്കേഷനും സ്കില്ലും ട്രെയിനിങ്ങും ഒക്കെ കിട്ടിയ ഒരാളായിരിക്കണം. സോ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു പീപ്പിൾ ഹു ഹാവ് ദ മാൻ പവർ വിച്ച് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ സെക്ടർ. അപ്പോൾ ഒരു ഉപയോഗം വേണം അല്ലേ? അതായത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ സെക്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അത്രയും മാൻ പവർ ഉള്ള ഒരു വ്യക്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് വിളിക്കുക. ആൻഡ് അവർക്ക് എന്താ? എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ട്, ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, ആൻഡ് സോ അവരെന്താണ്? പ്രൊഡക്റ്റീവ് ആണ്. സോ അതാണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഒരു ഹ്യൂമൻ ബീങ് ഹ്യൂമൻ ക്യാപിറ്റലായി മാറുന്നത്? അതിന്റെ ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് വിളിക്കുക. അതായത് പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ഹെൽത്ത് ഫെസിലിറ്റീസും ഇതൊക്കെ കൊടുത്തുകൊണ്ട് ഒരു ഹ്യൂമൻ ബീങ്ങിനെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുന്ന ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. യെസ്. അപ്പൊ നമുക്ക് അടുത്തത് ഫിസിക്കൽ ക്യാപിറ്റൽ എന്താന്ന് നോക്കാം കേട്ടോ.
ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ടുകളില്ലേ, അവയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് വിളിക്കുക. അതെന്തും ആകാം, ഒരു മെഷീനറി ആവാം, എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് ആവാം, ബിൽഡിംഗ് ആവാം, ലാൻഡ് ആവാം. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വിഭവങ്ങളെ ഉപയോഗിക്കുകയാണെങ്കിൽ അതെന്തായി, അതൊരു ഫിസിക്കൽ ആയിട്ടുള്ള ക്യാപിറ്റലായി. അതായത് വെറുതെ കിടക്കുന്ന ഒരു ലാൻഡ് അതൊരിക്കലും ഒരു ഫിസിക്കൽ ക്യാപിറ്റൽ അല്ല. ആ ലാൻഡിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണ്, അവിടെ എന്തെങ്കിലും കൾട്ടിവേഷൻ ചെയ്യുവാണ്, അല്ലെങ്കിൽ അവിടെ ഒരു റിസോർട്ട് ഇട്ട് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അത് ഫിസിക്കൽ ക്യാപിറ്റലായി മാറാം. ഒരു ഉപയോഗം വേണം. ഓക്കെ, സെറ്റാണോ? മനസ്സിലായോ? മീനിങ് മനസ്സിലായെങ്കിൽ ഒന്ന് കൈവശി കാണിച്ചേ. യെസ്. അപ്പൊ ഫിസിക്കൽ ക്യാപിറ്റൽ എന്താന്ന് നമ്മൾ കണ്ടു, ഹ്യൂമൻ ക്യാപിറ്റൽ എന്താന്ന് കണ്ടു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്കാണ് മക്കളെ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. എന്താണ് ടോപ്പിക്ക്? സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഒരു ഹ്യൂമൻ ബീയിങ് ഹ്യൂമൻ ക്യാപിറ്റലായി മാറാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഏരിയാസിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ആ 5 ഏരിയാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ദ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, ഇൻഫർമേഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഈ ഒരു ചോദ്യം പഠിക്കാണ്ട് പോയി എക്സാം എഴുതരുത്. ഓക്കെ, സെറ്റാണ്? ഈ ഒരു ചോദ്യം എന്തായാലും പഠിക്കുക കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണിത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ? റെഡിയാണോ? കേൾക്കാൻ റെഡി ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. ഓക്കെ, സെറ്റ്. അപ്പൊ എഡ്യൂക്കേഷൻ ആണ് ആദ്യം വരുന്നത്. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ പാരന്റ്സ് അതുപോലെ ഗവൺമെന്റ് ഒക്കെ എഡ്യൂക്കേഷനിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ വെറുതെ ആണോ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അല്ല. എഡ്യൂക്കേഷൻ കൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. നമുക്ക് എല്ലാ വിവരങ്ങളും അതുപോലെ അറിവും ഒക്കെ കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ പ്രൊഡക്റ്റീവ് ആവുകയും നമ്മൾ നല്ലോണം നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുകയും നല്ല ഇൻകം ഏൺ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അല്ലേ. സോ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതുവഴി നമുക്ക് ഒരു ഹ്യൂമൻ ബീയിനെ ഹ്യൂമൻ ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ എന്തുകൊണ്ടാണ് ഗുണം എന്നുള്ളത് മനസ്സിലായോ? ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നോക്കാം. വൈ എഡ്യൂക്കേഷൻ ഇസ് ഡിസൈറബിൾ ആൻഡ് ബെനിഫിഷ്യൽ. ഇത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് എഡ്യൂക്കേഷൻ ഡിസൈറബിളും ബെനിഫിഷ്യൽ ആയിട്ട് പറയുന്നത്, എന്തുകൊണ്ടാണ്, അതിന്റെ റീസൺസ്. അപ്പൊ ഈ പോയിന്റുകൾ നിങ്ങൾ എഴുതിയാൽ മതി. ഒന്ന്, നിങ്ങൾക്ക് അറിയാം നല്ല എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും, നല്ല വരുമാനം കിട്ടും. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ ഇംപ്രൂവ് ആവും. അതാണ് റീസൺസ്, ദി ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ ഇൻക്രീസസ് ഏർണിംഗ് കപ്പാസിറ്റി കൂടും അല്ലെ. നമ്മൾ അത്രയും പ്രൊഡക്റ്റീവ് ആകുമ്പോൾ നമ്മുടെ ഏർണിംഗ് കപ്പാസിറ്റിയും അവിടെ കൂടുവാണ്. പിന്നെ സോഷ്യൽ സ്റ്റേറ്റസ് നമുക്ക് ഉണ്ടാവുന്നു. പിന്നെ നമ്മളുടെ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്, നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങൾ, വേൾഡിൽ നടക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലോണം മനസ്സിലാകും, നമുക്ക് വിവരവും അറിവും ഒക്കെ ഉണ്ടാവുന്നു. പിന്നെ ഡിസ്കവറീസ്, ഇന്നോവേഷൻസ്, അതിനൊക്കെ കാരണം എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഒരാൾക്ക് ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. പിന്നെ ലാസ്റ്റ് കോൺട്രിബ്യൂട്ട്സ് ദ നേഷൻസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഫൈനലി ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരു നേഷൻ്റെ അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ എക്കണോമിക് ഗ്രോത്തിലേക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ സെറ്റ് ആണോ? എഡ്യൂക്കേഷൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. യെസ്. അപ്പൊ ഇനി അടുത്തതാണ് ഹെൽത്ത് ആണ് കേട്ടോ. അപ്പൊ എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അടുത്താണ് ഹെൽത്ത്. ഹെൽത്ത് നമുക്കറിയാലോ, നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ട് പക്ഷെ ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് ഹെൽത്തും കൂടെ അവിടെ നോക്കണം. സോ ഹെൽത്തിന് വേണ്ടിയിട്ടും ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് പബ്ലിക് ആയിട്ടുള്ള ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ഹോസ്പിറ്റൽസും ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. സോ ഹെൽത്തിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. എഡ്യൂക്കേഷനിൽ മാത്രമല്ല ഹെൽത്തിലും ഇൻവെസ്റ്റ് ചെയ്യണം. ഹെൽത്തിൽ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. അതായത് ഹെൽത്തിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്സിനെ നമുക്ക് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം. അതായത് ഗവൺമെന്റ് ഹെൽത്ത് എന്ന് പറഞ്ഞ സെക്ടറിൽ നടത്തുന്ന എക്സ്പെൻസുകൾ എന്തൊക്കെയാണ്? പ്രിവെന്റീവ് മെഡിസിൻസ്. പ്രിവെന്റീവ് മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രോഗം വരുന്നതിന് മുന്നേ നമ്മൾ അതിനെ പ്രിവെന്റ് ചെയ്യുവാണ് അല്ലെ, തടയുവാണ്. വാക്സിനേഷൻ, നമ്മൾ കൊറോണ വന്നപ്പോൾ നമ്മൾ വാക്സിനേഷൻ എടുത്തില്ലേ, അതുപോലെ. ഇനി ക്യൂറേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൽനെസ് അല്ലെങ്കിൽ ഒരു അസുഖം വന്നതിന് ശേഷമുള്ള ട്രീറ്റ്മെന്റ് ആണ്, ആ അസുഖം മാറാൻ വേണ്ടിയിട്ട്, ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഇനി സോഷ്യൽ മെഡിസിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ ആരോഗ്യപരമായ കാര്യങ്ങളിലുള്ള അറിവ് എല്ലാവരിലേക്കും പകരാം. ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ജനങ്ങളിൽ ക്രിയേറ്റ് ചെയ്യാം. അതാണ് സോഷ്യൽ മെഡിസിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് പ്രൊവിഷൻ ഫോർ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടറും. അതായത് എല്ലാവർക്കും നല്ല ശുദ്ധമായ ജലം വേണം അല്ലെ, കുടിക്കാനും മറ്റും. പിന്നെ അതുപോലെ സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, വേസ്റ്റ് ഒക്കെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള ടോയ്ലറ്റ്സ് വേണം.
പ്രോപ്പർ ആയിട്ട് സെപ്റ്റിക് ടാങ്ക്സ് വേണം. സോ ഇങ്ങനെയുള്ള കുറേ ഫെസിലിറ്റീസ് ഇതൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഹെൽത്തിന് വേണ്ടി നടത്തുന്ന ചില ഇൻവെസ്റ്റ്മെന്റ് ഏരിയാസ് ആണ്. ഓക്കെ, സെറ്റ് ആണോ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവിശിക്കേ. യെസ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത പോയിന്റിലേക്ക് പോയാലോ. അപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞു, ഹെൽത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് വരുന്നത് ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്. അപ്പോൾ ഒരാള് ജോബിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവൻ ട്രെയിനിങ് വേണ്ടേ? ട്രെയിനിങ് ഉണ്ടെങ്കിലാണ് ആ ജോലിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, കൂടുതലായിട്ട് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിനു വേണ്ടി ആ കമ്പനി തന്നെ എക്സ്പെൻസ് ഇട്ട് കമ്പനി തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു എംപ്ലോയിനെ ട്രെയിൻ ചെയ്യിപ്പിക്കും. 2 തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കാം. ഒന്നെന്താ, വിത്തിൻ ദ കമ്പനി, ആ കമ്പനിക്കുള്ളിൽ തന്നെ ഒരു സൂപ്പർവൈസറിന്റെ കീഴിൽ ട്രെയിനിങ് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓഫ് ക്യാമ്പസ് ട്രെയിനിങ് കൊടുക്കാം, വേറെ എവിടെയെങ്കിലും ട്രെയിനിങ്ങിന് വേണ്ടി അയക്കാം. ഓക്കെ, സോ ഇത് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്, ജോബിലുള്ളപ്പോൾ തന്നെ കൊടുക്കുന്ന ട്രെയിനിങ് ആണ്. അപ്പൊ 2 രീതി കൊടുക്കാം, വിത്തിൻ ദ കമ്പനി കൊടുക്കാം, ഓഫ് ക്യാമ്പസ് ട്രെയിനിങ് കൊടുക്കാം. ഓക്കെ, സെറ്റ് ആണോ? മനസ്സിലായെങ്കിൽ കൈവീശിക്കേ. യെസ്. അപ്പൊ ഇനി അടുത്തതാണ് മൈഗ്രേഷൻ. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാം. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ആവാം, അല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്ക് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഈ മൈഗ്രേഷനും കുറേയേറെ കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ മൈഗ്രേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള കോസ്റ്റുകൾ അല്ലെങ്കിൽ എക്സ്പെൻസുകൾ ഏതൊക്കെയാന്ന് നോക്കാം നമുക്ക്. ഒന്നെന്താ, നിങ്ങൾ നെക്സ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ എന്ന് പറയുന്നത് ട്രാവലിംഗ് കോസ്റ്റ് ആണ്. നമുക്ക് ട്രാവൽ ചെയ്യാൻ എന്തായാലും ഒരു കോസ്റ്റ് വേണം. സോ അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, റീസൺസ് പറയണം. ഞാൻ അതിന് മുമ്പ് മറ്റേലേക്ക് ചാടി. ഇപ്പൊ റീസൺസ് ഫോർ മൈഗ്രേഷന്റെ റീസൺസ് എന്തൊക്കെയാ മക്കളെ? നിങ്ങൾക്ക് അറിയാലോ, എന്തിനാണ് നിങ്ങൾ വേറെ രാജ്യത്തൊക്കെ പോയിട്ട് പഠിക്കുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്നത്? കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ലിവിങ് സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ടാണ് അല്ലേ? നല്ല നല്ല ബെറ്റർ ജോബ്സിന് വേണ്ടിയിട്ട്, കുറച്ചും കൂടി ഹൈ സാലറീഡ് ആയിട്ടുള്ള ജോബ്സ് ഒക്കെയാണ് വേറെ രാജ്യത്തൊക്കെ ഉള്ളത്. സോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, മൈഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഈ 2 റീസൺസ് നിങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ. റീസൺസ് ഫോർ മൈഗ്രേഷൻ 2 മാർക്കിനൊക്കെ ചോദിക്കാം. സോ ജസ്റ്റ് പഠിച്ചു വെക്കാം. യെസ്, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. സോ മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റുകൾ, ചിലവുകൾ. ഒന്ന് ട്രാവലിംഗ് കോസ്റ്റ് ആണ്, നിങ്ങൾക്ക് അറിയാം. പിന്നെ ഈ പറഞ്ഞ നമ്മൾ ഇപ്പൊ ട്രാവൽ ചെയ്ത് ഒരു സ്ഥലത്ത് എത്തി, നമ്മൾ അവിടുത്തെ ജോബ്, ആ ജോബിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. സോ അതിന് കുറച്ച് പൈസ ചിലവാകും. പിന്നെ അതുപോലെ അവിടുത്തെ ലിവിങ് സ്റ്റാൻഡേർഡ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, ക്വാളിറ്റി ഓഫ് ലൈഫ്, അവിടുത്തെ ലിവിങ് സ്റ്റാൻഡേർഡ് ഒക്കെ വളരെ ഹൈ ആണ് അല്ലെ, നമ്മുടെ ഇവിടുത്തെ പോലെ അല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കൂടുതലായിരിക്കും. നമുക്ക് ജീവിക്കാൻ വേണ്ട ചെലവ് അവിടെ വളരെ കൂടുതലായിരിക്കും. അത് മറ്റൊരു ചെലവാണ്. പിന്നെ റിയൽ കോസ്റ്റ് ആണ്, അതായത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമ്മൾ വിട്ടുമാറി നിൽക്കുകയാണ്. സോ അവിടെ ആ ഒരു സെപ്പറേഷന്റെ ആ ഒരു കോസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് റിയൽ ആയിട്ടുള്ള മണി ടേംസിലെ കോസ്റ്റ് അല്ല, ഫാമിലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന വേറെ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ വിട്ടു നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു റിയൽ കോസ്റ്റിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പിന്നെ ലാസ്റ്റ് വണ്ണും ഇത് രണ്ടും കണക്റ്റഡ് ആണ്. സൈക്കിക് കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് ടോട്ടലി നമുക്ക് അറിയാത്ത പുതിയൊരു സ്ട്രേഞ്ച് അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ പോയി വർക്ക് ചെയ്യുകയും താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു കോസ്റ്റിനെയാണ് സൈക്കിക് കോസ്റ്റ് ഓഫ് ലിവിങ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണല്ലോ. ഓക്കെ, ക്ലിയർ ആയെങ്കിൽ ഒന്ന് കൈവീശിക്കേ. ഇപ്പൊ മൈഗ്രേഷൻ ആണ് കേട്ടോ നമ്മളിപ്പോ നോക്കിയത്. ഇനി ഒരെണ്ണം കൂടിയാണ് ഇവിടെ ബാക്കിയുള്ളത്, ഇൻഫർമേഷൻ ആണ്. എന്താണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്? നമുക്ക് എവിടെയാണ് നല്ല നല്ല കോഴ്സുകൾ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നല്ല കോഴ്സുകൾ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നല്ലത്, എവിടെയാണ് നമുക്ക് കൂടുതൽ സാലറി കിട്ടുന്ന ജോബ് ഉള്ളത്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് തരുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് കുറേ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ നോക്കി കാണാൻ പറ്റും. അതിനകത്ത് കുറേ തൊഴിലവസരങ്ങളും ഏതൊക്കെ കോഴ്സാണ്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതിനൊക്കെ വേണ്ടിയുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. സോ ഇതിന് വേണ്ടിയുള്ള ചെലവുകളെയാണ് നമ്മൾ ഇൻഫർമേഷനിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. സോ ഇൻഫർമേഷൻ എന്താണെന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് കൈവീശിക്കേ. സോ 5 പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനിൽ 5 പോയിന്റ്സ് ആണുള്ളത് കേട്ടോ. ഈ 5 പോയിന്റ്സ് നിങ്ങൾ സോഴ്സസ് ചോദിക്കുമ്പോൾ എഴുതണം. സെറ്റ് ആണോ? 5 മാർക്കിന്റെ ഒരു ചോദ്യമാണ് നമ്മൾ ഇപ്പൊ നോക്കിയത്. സെറ്റ് ആണെങ്കിൽ മക്കളെ ഒന്ന് കൈവീശുകേ. നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്താലോ? കുറെ നേരമല്ലേ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് കേൾക്കുന്നു. നിങ്ങൾ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വാട്ടോ. യെസ്, ഓക്കെ മക്കളെ, എല്ലാവരും വേഗം വരൂ. ബ്രേക്ക് കഴിഞ്ഞിട്ടോ വേഗം വന്ന് വീഡിയോ ഓണാക്കാം. നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് വന്നാൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് തീർക്കാം. എത്തിയോ എല്ലാവരും? ഒന്ന് കൈവിശി കാണിച്ചേ. വെള്ളമൊക്കെ കുടിച്ചോ? യെസ്, ഓക്കെ. വേഗം വീഡിയോ ഓണാക്കാം കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.
നമ്മൾ പഠിച്ചു നിർത്തിയത് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന ടോപ്പിക് ആയിരുന്നു. 5 പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. ഹ്യൂമൻ ക്യാപിറ്റലും എക്കണോമിക് ഗ്രോത്തും എങ്ങനെയാണ് റിലേറ്റഡ് ആവുക? ഇത് ഇടയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു 3-4 മാർക്കിനൊക്കെ ചോദിക്കാം, എക്കണോമിക് ഗ്രോത്തും ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിലുള്ള ആ ഒരു റിലേഷൻ. നിങ്ങൾക്കറിയാം എപ്പോഴാണ് ഒരു ഹ്യൂമൻ ബീങ് ഹ്യൂമൻ ക്യാപിറ്റൽ ആവുക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ദ ജോബ് ട്രെയിനിങ്, അതുപോലെ ഇൻഫർമേഷൻ, മൈഗ്രേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ടുഗദർ ആയിട്ട് ഈ പറഞ്ഞ ഹ്യൂമൻ ബീങ്സിന് കിട്ടുമ്പോഴാണ് എന്ത് ഹ്യൂമൻ ബീങ്സ് ഒരു ഹ്യൂമൻ ക്യാപിറ്റലായി ഫോം ചെയ്യുന്നത്. സോ വൺസ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടി, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ അവിടെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുക? അത് അവർ പ്രൊഡക്റ്റീവ് ആവുകയും നല്ല ജോലി ചെയ്യുകയും ഇൻകം ഏൺ ചെയ്യാൻ തുടങ്ങുകയും അങ്ങനെ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യുന്നു. സോ അവിടെയാണ് ആ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കി നെക്സ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എക്കണോമിക് ഗ്രോത്തിലേക്കും എക്കണോമിക് ഡെവലപ്മെന്റിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്തു. ആൻഡ് ഇവിടെ നമുക്ക് പറയാനുള്ളത് കോസ് എഫക്ട് റിലേഷൻഷിപ്പ് അല്ല, ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ്. അതായത് നമ്മുടെ ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റലായി മാറിക്കഴിയുമ്പോൾ അത് ബെനിഫിറ്റ് ആണ് ഒരു എക്കോണമിക്ക്, അല്ലെ? എക്കോണമിയുടെ ഗ്രോത്തിലേക്കും അതുപോലെ എക്കോണമിയുടെ ഡെവലപ്മെന്റിലേക്കും അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഹ്യൂമൻ ബീങ്സ്. സോ അതൊരു ബെനിഫിഷ്യൽ എഫക്റ്റ് ആണ് അവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഗ്ലോബലി നമ്മൾ നോക്കുവാണെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഹാസ് കോൺട്രിബ്യൂട്ടഡ് ടു ഇംപ്രൂവ്മെന്റ് ഇൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടി ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല ജോലിയിൽ ഏർപ്പെടുകയും ഏർണിംഗ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുകയും പ്രൊഡക്ടിവിറ്റി കൂടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇൻവെന്റ് ചെയ്യാനും ഇന്നോവേഷൻസ് കൊണ്ടുവരാനും നമ്മൾ എക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും ക്വാളിറ്റി ഓഫ് ലൈഫും ഒക്കെ മെച്ചപ്പെടുന്നു. സോ ഇതാണ് ആ ഒരു റിലേഷൻ വന്നിട്ട്. ഓക്കെ, സെറ്റാണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹ്യൂമൻ ക്യാപിറ്റലും അതുപോലെ ഫിസിക്കൽ ക്യാപിറ്റലും തമ്മിലുള്ള സിമിലാരിറ്റീസ് ആണ്. നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ, എന്താണ് ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞില്ലേ? ഇവ തമ്മിലുള്ള സിമിലാരിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സിമിലാരിറ്റി നിങ്ങൾ നോക്കിക്കേ, ഈ രണ്ട് ഫോംസ് ഓഫ് ക്യാപിറ്റലും എന്തിൻ്റെ റിസൾട്ടായിട്ട് വരുന്നതാണ്? കോൺഷ്യസ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന്റെ ഭാഗമായിട്ടാണ് ഇത് രണ്ടും ഉണ്ടാകുന്നത്, അല്ലെ? ഹ്യൂമൻ ബീങ്സിന് വേണ്ട കോൺഷ്യസ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സിലൂടെയാണ് ഹ്യൂമൻ ബീങ് ഹ്യൂമൻ ക്യാപിറ്റൽ ആവുന്നത്. ഇത് കോൺഷ്യസ് ആയിട്ട് ഹ്യൂമൻ ക്യാപിറ്റലായി ഹ്യൂമൻ ക്യാപിറ്റൽ ആവാൻ വേണ്ടിയിട്ട് എന്താണ് അവർ എക്കണോമിക് ഗ്രോത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺഷ്യസ് ആയിട്ട് നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെയാണ് ഫിസിക്കൽ ക്യാപിറ്റലും. ഒരു സാധാരണ കിടക്കുന്ന ഒരു ലാൻഡിനെ നമ്മളത് ഫിസിക്കൽ ക്യാപിറ്റലായിട്ട് ഉപയോഗമുള്ള ഒരു വസ്തുവായിട്ട് മാറ്റുന്നത് അതുമൊക്കെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന്റെ ഭാഗമായിട്ടാണ്. സോ ഈ രണ്ട് ഫോംസ് ഓഫ് ക്യാപിറ്റലും റിസൾട്ട് ഓഫ് കോൺഷ്യസ് ഇൻവെസ്റ്റ്മെന്റ് എഫേർട്ട്, ഓക്കെ, അല്ലെങ്കിൽ കോൺഷ്യസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്. ഇനി ഈ രണ്ട് ഫോംസ് ഓഫ് ക്യാപിറ്റലും മൊബൈലാണ് ബിറ്റ്വീൻ കൺട്രീസ്. അതായത് നമുക്ക് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്കോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്കൊക്കെ ഇതിനെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ബോത്ത് ഫോംസ് ഓഫ് ക്യാപിറ്റൽ ഡിപ്രിഷിയേറ്റ്സ് വിത്ത് ടൈം. അതായത് സമയം ചെല്ലും തോറും ഈ രണ്ട് ഫോംസ് ഓഫ് ക്യാപിറ്റലും ഫിസിക്കൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ ആയിക്കോട്ടെ ഇത് രണ്ടും എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഡിപ്രിഷിയേറ്റ് ചെയ്യും. അതായത് അതിന്റെ വാല്യൂ കുറയും, മൂല്യം കുറയും എന്നുള്ളതാണ്. അതെന്താണെന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിഫറൻസ് പറയുമ്പോൾ പറയാം കേട്ടോ, അതിന്റെ മീനിങ്. അപ്പോൾ ഡിപ്രിഷിയേറ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ കുറയുക, തേയ്മാനം സംഭവിക്കുക. ഈ രണ്ട് ഫോംസ് ഓഫ് ക്യാപിറ്റലിനും സമയം ചെല്ലുന്തോറും ഡിപ്രിഷിയേറ്റ് ചെയ്യും. പിന്നെ ബോത്ത് ഫോംസ് കോൺട്രിബ്യൂട്ട് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇത് നിങ്ങൾക്ക് അറിയാലോ, ഈ രണ്ട് ഫിസിക്കൽ ക്യാപിറ്റൽ ആയിക്കോട്ടെ ഹ്യൂമൻ ക്യാപിറ്റൽ ആയിക്കോട്ടെ ഈ രണ്ട് ഫോംസ് ഓഫ് ക്യാപിറ്റലും ഒരു എക്കോണമിയുടെ വളർച്ചയ്ക്കും വികസനത്തിനും ഡെവലപ്മെന്റിനും സഹായിക്കുന്നതാണ്. ഇതാണ് സിമിലാരിറ്റീസ്. ഇനി നമുക്ക് ഡിഫറൻസ് നോക്കാം. ഹ്യൂമൻ ക്യാപിറ്റലും അതുപോലെ ഫിസിക്കൽ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ്. ഫിസിക്കൽ ക്യാപിറ്റൽ ടാഞ്ചിബിൾ ആണെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ പറ്റും, ഓക്കെ, തൊടാനും ഒക്കെ പറ്റും, അതാണ് ടാഞ്ചിബിൾ. ഇനി ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻടാഞ്ചിബിൾ ആണ്, ടാഞ്ചിബിൾ അല്ല. കാരണം ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ ഉള്ളിലുള്ള കഴിവ്, അറിവ്, വിവരം ഇതൊക്കെ നമുക്ക് തൊടാൻ പറ്റുമോ? ഇല്ല, അല്ലെ? സോ അത് ഇൻടാഞ്ചിബിൾ ആണ്. ഇനി ഫിസിക്കൽ ക്യാപിറ്റൽ ഇസ് സെപ്പറബിൾ ഫ്രം ഇറ്റ്സ് ഓണർ. ഫിസിക്കൽ ക്യാപിറ്റൽ
ഇപ്പൊ ഒരാളുടെ പേരിലുള്ള ഒരു ഭൂമി അല്ലെങ്കിൽ ഒരാളുടെ കയ്യിലുള്ള ഒരു മെഷീൻ അത് നമുക്ക് വേറെ ആൾക്ക് വിറ്റ് കഴിഞ്ഞാൽ വേറെ ആളിലേക്ക് പോകും അല്ലെ. സോ അതെന്താണ്, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഓണറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും ഫിസിക്കൽ ക്യാപിറ്റൽ. വേറാസ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്താ, സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മളുടെ ഉള്ളിലുള്ള കഴിവും കാര്യങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ, നമ്മളുടെ ഉള്ളിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റുമോ, ഇല്ല. അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് എടുത്ത് വെക്കാൻ പറ്റുമോ, ഇല്ലല്ലോ. സോ ഹ്യൂമൻ ക്യാപിറ്റൽ എന്താ, സെപ്പറബിൾ അല്ല. വേറാസ് ഫിസിക്കൽ ക്യാപിറ്റൽ is separable from its owner. ഇനി അടുത്തത് എന്താ, ഫിസിക്കൽ ക്യാപിറ്റൽ ഡിപ്രിഷിയേറ്റ്സ് വിത്ത് യൂസ്. നമ്മൾ ഉപയോഗിക്കും തോറുമാണ് ഫിസിക്കൽ ക്യാപിറ്റൽ പോലുള്ള മെഷീൻസിനൊക്കെ തേയ്മാനം സംഭവിക്കുന്നത്. എന്നാൽ ഹ്യൂമൻ ക്യാപിറ്റൽ എങ്ങനെയാണ് ഡിപ്രിഷിയേറ്റ് ചെയ്യുക, വിത്ത് ഏജിങ് ആണ്. നമുക്ക് ഏജ് കൂടുന്തോറും, ഏജ് കൂടുമ്പോഴല്ലേ നമുക്ക് മറവികളും കാര്യങ്ങളൊക്കെ വരാം, നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാം. അപ്പൊ ഏജ് കൂടുമ്പോഴാണ് ഹ്യൂമൻ ക്യാപിറ്റലിന് തേയ്മാനം സംഭവിക്കുക, ഡിപ്രിഷിയേറ്റ് ചെയ്യുക. വേറാസ് ഫിസിക്കൽ ക്യാപിറ്റൽ എന്താ, വിത്ത് യൂസ്, നമ്മൾ ഉപയോഗിക്കും തോറുമാണ് ഡിപ്രിഷിയേറ്റ് ചെയ്യുക അതിന്റെ വാല്യൂ. ഓക്കെ, സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവിഷി കാണിച്ചേ. യെസ്, അപ്പൊ ഇത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണെന്ന് വെച്ചാൽ അല്ല, എന്നാൽ നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ ഡിഫറൻസും സിമിലാരിറ്റീസും. യെസ്, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ അടുത്തതാണ് ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ ഒരു കോൺസെപ്റ്റ് ആണ്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, എല്ലാ ടോപ്പിക്സും കൂടെ ഇട്ടിട്ടില്ല. അപ്പൊ അടുത്ത് നമ്മൾ നോക്കുന്നത് റെഗുലേറ്ററി ബോഡീസ് ഇൻ എഡ്യൂക്കേഷനും ഹെൽത്തും ആണ്. ഇത് വൺ വേർഡിനൊക്കെ ചോദിക്കുകയുള്ളൂ. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ മതി. ഇതിൻ്റെയൊക്കെ ഫുൾ ഫോംസ് പഠിക്കുക. പിന്നെ ഏതൊക്കെയാണ് എഡ്യൂക്കേഷനിൽ വരുന്ന റെഗുലേറ്ററി ബോഡീസിന്റെ പേര് ഏതൊക്കെയാണ്, NCERT, ഓക്കെ, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, പിന്നെ UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, AICTE ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഇതിനൊക്കെ ഫുൾ ഫോംസും പഠിക്കുക. കൃത്യമായിട്ട് ഈ 3 പേര് എഡ്യൂക്കേഷനിലാണ് വരുന്നതെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത ഹെൽത്ത് സെക്ടറിൽ വരുന്നത്, ഇവിടെ എഡ്യൂക്കേഷൻ അറിയാതെ കയറിപ്പോയതാണ് കേട്ടോ. റെഗുലേറ്ററി ബോഡീസ് ഇൻ ഹെൽത്ത് എന്നേ ഉള്ളൂ. ഹെൽത്ത് സെക്ടറിലുള്ള റെഗുലേറ്ററി ബോഡീസ്, നിയന്ത്രിക്കുന്ന ബോഡീസ് ഏതൊക്കെയാണ് ഹെൽത്ത് സെക്ടറിനെ, ICMR, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്, നഴ്സിംഗ് കൗൺസിൽ ഉണ്ട്, ഫാർമസി കൗൺസിൽ ഉണ്ട്. ജസ്റ്റ് ഈ പേരുകളൊക്കെ, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പേരുകളൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, സെറ്റാണ് മക്കളെ, സെറ്റാണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. യെസ്, അങ്ങനെ നമ്മളുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററും കഴിഞ്ഞു. ഇതൊരു ചെറിയ ചാപ്റ്റർ ആണ്. ഇവിടെ മെയിൻ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. അതെന്തായാലും നിങ്ങൾ പഠിക്കണം. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഇതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് കംസ് അണ്ടർ ദി ഹെൽത്ത് സെക്ടർ. ഹെൽത്ത് സെക്ടറിൽ വരുന്നത് ഇതിൽ ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. NCERT, ICMR, UGC, AICTE. നമ്മളിപ്പോൾ പറഞ്ഞതുള്ളൂ. ആൻസർ അറിയാവുന്നവരൊന്ന് റേസ് ഹാൻഡ് ചെയ്തേ. യെസ്, നമുക്ക് വിളിക്കാം. കാതറിൻ, ആൻസർ അറിയോ ഇതിന്റെ? യെസ്, ICMR. ഓക്കെ, വെരി ഗുഡ്. സോ ICMR ആണ് ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ എന്താ, ഹെൽത്തുമായി ബന്ധപ്പെട്ടത്. ഇനി അടുത്തത് എന്താണ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ ഇസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദി മെയിൻ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. അങ്ങനെയാണെങ്കിൽ എക്സ്പ്ലെയിൻ ദി അതർ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ ഒരു സോഴ്സ് ആണ്, ബാക്കി സോഴ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു 4 മാർക്കിന്റെ ചോദ്യമായിരുന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പോയിന്റ് നിങ്ങൾ എഴുതണ്ട, അത് ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. അപ്പൊ ബാക്കിയുള്ള 4 പോയിന്റ്സ് ഏതൊക്കെയാ? ഹെൽത്ത് എഴുതണം, മൈഗ്രേഷൻ എഴുതണം, ഇൻഫർമേഷൻ എഴുതണം, ഓൺ ദ ജോബ് ട്രെയിനിങ് എഴുതണം കേട്ടോ. സോ അത് എഴുതി എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഇനി അടുത്തതാണ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഇതൊരു 5 മാർക്കിന്റെ ചോദ്യമാണ്. ഇവിടെ എല്ലാ സോഴ്സസും എഴുതണം. 5 സോഴ്സ് വിത്ത് എഡ്യൂക്കേഷൻ, നിങ്ങൾ 5 സോഴ്സും എഴുതണം. ഓക്കെ, സെറ്റ് ആണോ മക്കളെ? സെറ്റ് ആണെങ്കിൽ കൈവീശിക്കേ. യെസ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഉണ്ടോ ക്വസ്റ്റ്യൻസ്? ഇല്ല. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം കേട്ടോ. ഇനി അടുത്തത് നിങ്ങൾ പാർട്ട് 2ന്റെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. പാർട്ട് 1ത്തെ ഈ 2 ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അത് കഴിഞ്ഞു. ഇനി പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കില് എനിക്ക് തോന്നുന്നത് 8ാമത്തെ ചാപ്റ്റർ ആണ് തോന്നുന്നത്, അല്ലേ മക്കളെ? 8ാമത്തെ ചാപ്റ്റർ കേട്ടോ. എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോകാം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം തന്നെ എന്താണ് എൻവയോൺമെന്റ് എന്ന് അറിയണം. എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ബയോട്ടിക്കും അബയോട്ടിക് കോമ്പോണൻസും ടുഗെദർ ആയിട്ട് നമ്മൾ പറയുന്നതാണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ബയോട്ടിക് കോമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താ?
ജീവനുള്ള വസ്തുക്കളാണ് അല്ലേ. അപ്പൊ ജീവനുള്ളതെന്ന് പറയുമ്പോൾ പ്ലാന്റ്സ്, ട്രീസ് വരും, പിന്നെ ആനിമൽസ് വരും, ഹ്യൂമൻ ബീങ്സ് ഒക്കെ വരും. ഇനി അബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ? ജീവനില്ലാത്ത വസ്തുക്കൾ അല്ലേ, ജീവനില്ലാത്തത്. അതായത് അവിടെ എന്തൊക്കെ വരും? എക്സാമ്പിൾ ആയിട്ട് എയർ വരും, വാട്ടർ വരും, സൺലൈറ്റ് വരും, ഹിൽസ് വരും, റോക്സ് വരും. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കമ്പോണൻസിന് ടുഗെദർ പറയുന്ന ഒരു സിസ്റ്റം, അതെല്ലാം കൂടി എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എൻവയോൺമെന്റ് എന്ന് വിളിക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ ജസ്റ്റ് ബയോട്ടിക് അബയോട്ടിക് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എക്സാംസ് എന്നിട്ട് ബയോട്ടിക് എന്നും അബയോട്ടിക് എന്നും ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കുമായിരിക്കും. അല്ലാണ്ട് എന്താണ് എൻവയോൺമെന്റ് എന്ന് ചോദിക്കാറില്ല. ഓക്കെ, സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവശിക്കേ. യെസ്, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. അപ്പൊ അടുത്ത് ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെന്റ്. ഈ ചാപ്റ്ററിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെന്റ്. ഇപ്പൊ നോട്ട് ചെയ്ത് വെക്കാൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെന്റ് 4 മാർക്കിന്, 3 മാർക്കിന്, 2 മാർക്കിനൊക്കെ ചോദിക്കാം. റൈറ്റ് എനി 2 ഫങ്ഷൻസ്, റൈറ്റ് എനി 3 ഫങ്ഷൻസ്, അല്ലെങ്കിൽ വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെന്റ് കേട്ടോ. ഇതാണ് ചോദ്യം. അപ്പൊ ഏതൊക്കെയാണ് ഫങ്ഷൻസ്? 4 നോക്കിക്കേ. സപ്ലൈസ് റിസോഴ്സസ്, അസിമുലേറ്റ്സ് വേസ്റ്റ്, സസ്റ്റെയിൻസ് ലൈഫ് ആൻഡ് പ്രൊവൈഡ്സ് എസ്തെറ്റിക് സർവീസസ്. ഇത് ഓരോന്നും നമുക്ക് എന്താന്ന് പറയാം. സോ നമുക്ക് ആദ്യത്തെ ഫംഗ്ഷനിലേക്ക് പോവാം. സപ്ലൈസ് റിസോഴ്സസ്, വിഭവങ്ങൾ, റിസോഴ്സസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന റിസോഴ്സുകൾ എവിടെ നിന്നാണ്? നേച്ചറിൽ നിന്നാണ് അല്ലേ, പരിസ്ഥിതി, അതായത് എൻവയോൺമെന്റ് നിന്നാണ് നമുക്ക് ഇതെല്ലാം കിട്ടുന്നത്. സോ എങ്ങനെയുള്ള റിസോഴ്സുകളൊക്കെ നമുക്ക് കിട്ടും? അത് നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. റിന്യൂവബിൾ റിസോഴ്സ് എന്നും നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്നും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വീണ്ടും പുതുക്കാൻ പറ്റുന്ന, റിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഉപയോഗിക്കും തോറും എന്താണ്, അത് തീരില്ല, എക്സോസ്റ്റഡ് ആയി പോകില്ല. സോ അങ്ങനെയുള്ളതാണ് റിന്യൂവബിൾ റിസോഴ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് വാട്ടർ, എയർ, സൺലൈറ്റ് ഒക്കെ പറയാം. ഇനി നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പേര് പോലെ തന്നെയാണ്, അത് പുതുക്കാൻ കഴിയാത്ത വിഭവങ്ങളാണ്. അതായത് നമ്മൾ ഉപയോഗിക്കും തോറും അത് തീർന്നു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്, അത് എക്സോസ്റ്റഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. എല്ലാ തരത്തിലുള്ള ഫോസിൽ ഫ്യൂവൽസ് അവിടെ വരും. കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. മിനറൽസ് ഒക്കെ. ഓക്കെ, സെറ്റ് ആണോ? സപ്ലൈസ് റിസോഴ്സസ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. യെസ്, അത്രയേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് അത് എഴുതിയാൽ മതി. റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ, ഈ 2 ടൈപ്പ് റിസോഴ്സുകളും സപ്ലൈ ചെയ്യുന്നത് നേച്ചർ ആണ്, എൻവയോൺമെന്റ് ആണ്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ടോപ്പിക് അല്ല, സോറി, അടുത്ത പോയിന്റ് കേട്ടോ. സോ അടുത്ത ഫംഗ്ഷൻ ആണ് അസിമുലേറ്റ്സ് വേസ്റ്റ്. അതായത് എൻവയോൺമെന്റ് എന്ത് ചെയ്യുന്നു? നമ്മൾ മണ്ണിലേക്കൊക്കെ വലിച്ചെറിയുന്ന വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് പോലുള്ള വേസ്റ്റ് അല്ല, ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? പരിസ്ഥിതിക്ക്, എൻവയോൺമെന്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ അസിമുലേറ്റ്സ് വേസ്റ്റ് എന്ന് വിളിക്കുക. ഓർഗാനിക് വേസ്റ്റും മറ്റും ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻവയോൺമെന്റ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് ആ ഒരു അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ആ മണ്ണ് എന്താണ്? ആ മണ്ണിന് ന്യൂട്രിയൻസ് കിട്ടും. അതായത് അതൊരു വളമായിട്ട് മാറും എന്നുള്ളതാണ്, മാനുവർ ആയിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഫംഗ്ഷനിലേക്ക് പോകാം. അടുത്തതാണ് സസ്റ്റെയിൻസ് ലൈഫ്. അതായത് നമ്മളുടെ ഹ്യൂമൻ ബീങ്സിന്റെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുകയും സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നത് പരിസ്ഥിതിയാണ്, എൻവയോൺമെന്റ് ആണ്. കാരണം നമുക്ക് വേണ്ട വിഭവങ്ങൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? എൻവയോൺമെന്റിൽ നിന്നാണ്. സോ നമ്മുടെ ഹ്യൂമൻ ലൈഫിന്റെ സപ്പോർട്ട് അല്ലെങ്കിൽ സസ്റ്റനൻസിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻവയോൺമെന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എൻവയോൺമെന്റിനെ എന്ത് ചെയ്യണം? കൺസേർവ് ചെയ്യണം. ഓക്കെ, സോ സസ്റ്റെയിൻസ് ലൈഫ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. യെസ്, ഇനി നമുക്ക് അടുത്ത ലാസ്റ്റ് ഫംഗ്ഷനിലേക്ക് പോകാം. പ്രൊവൈഡ്സ് എസ്തെറ്റിക് സർവീസസ്. എസ്തെറ്റിക് സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ ഇഷ്ടമുള്ള, അതായത് പ്രകൃതിയുടേതായ ഈ പച്ചപ്പ്, ഹരിതാപം എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഓക്കെ, നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്കും ഇപ്പം മൂന്നാറൊക്കെ പോകുമ്പോൾ നമുക്ക് ഹിൽ സ്റ്റേഷൻസ് ഒക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയല്ലേ. സോ ഇങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ് നമുക്ക് കാണിച്ചു തരുന്നത് എവിടെയാ? ആരാണ് കാണിച്ചു തരുന്നത്? എൻവയോൺമെന്റ് ആണ് അല്ലേ. സോ പരിസ്ഥിതിയിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളത്. സോ അതിനെയാണ് നമ്മൾ പ്രൊവൈഡ്സ് എസ്തെറ്റിക് സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. ഇപ്പൊ 4 ഫംഗ്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഈ 4 നിങ്ങൾ എന്തായാലും പഠിച്ചു നോക്കാം കേട്ടോ. വിത്ത് എക്സ്പ്ലനേഷൻ വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം, നെക്സ്റ്റ് ചോദ്യം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് 2 ടൈപ്പ് കപ്പാസിറ്റീസ് ആണ്. എൻവയോൺമെന്റിന് 2 ടൈപ്പ് കപ്പാസിറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്, രണ്ടാമത്തതാണ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി. സോ അത് തന്നെ നമുക്ക് ക്യാരിയിങ് കപ്പാസിറ്റി എന്താ നോക്കാം. എന്താണ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? എൻവയോൺമെന്റിന് താങ്ങാൻ കഴിയാവുന്ന പോപ്പുലേഷന്റെ സൈസ്, അതിനൊരു ലിമിറ്റ് ഉണ്ട്.
സോ ദ മാക്സിമം ലിമിറ്റ് ഓഫ് ഓർഗാനിസംസ് ദാറ്റ് എൻവയോൺമെന്റ് ക്യാൻ സപ്പോർട്ട് അല്ലെങ്കിൽ ഹോൾഡ്, അതിനെയാണ് നമ്മൾ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് വിളിക്കുക. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എൻവയോൺമെന്റിനെ റിന്യൂ ചെയ്യാൻ, പുതുക്കാൻ പറ്റുന്ന വിഭവങ്ങളുണ്ട്. ഈ വെള്ളം, വാട്ടർ ഒക്കെ പോലുള്ള അത് റിന്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ കൂടി നമ്മൾ ഓവറായിട്ട് അതിനെ വേസ്റ്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറും കുറെ കാലം ചെല്ലുമ്പോൾ നമുക്ക് കിട്ടാതെ ആകും. സോ ഒരിക്കലും എൻവയോൺമെന്റിന്റെ ക്യാരിയിങ് കപ്പാസിറ്റിയുടെക്കാൾ കൂടുതലായിട്ട് നമ്മൾ വിഭവങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ അധികമായിട്ട് വിഭവങ്ങൾ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എൻവയോൺമെന്റിന്റെ കപ്പാസിറ്റിനേക്കാൾ അതിന്റെ ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻവയോൺമെന്റിന് ഡേഞ്ചർ ആണ് എന്നാണ് പറയുന്നത്. സോ എന്താണ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്? ഈ എല്ലാ ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ പോപ്പുലേഷൻ സൈസിനെ മൊത്തത്തിൽ ഹോൾഡ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റിയാണ്. അതിനൊരു ലിമിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ ലിമിറ്റ് നമ്മൾ ഒരിക്കലും ക്രോസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സെറ്റാണോ? സെറ്റാണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. അപ്പൊ ഇനി അടുത്തതാണ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഫങ്ഷൻസിൽ അസിമിലേറ്റ്സ് വേസ്റ്റ് എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ? അത് തന്നെയാണ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് എൻവയോൺമെന്റിൽ നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ, ഡീഗ്രേഡ് ആയി പോകുന്ന, നശിഞ്ഞു പോകുന്ന ആ വസ്തുക്കൾ, വലിച്ചെറിയുന്ന വസ്തുക്കളൊക്കെ മണ്ണിനോട് അലിയിച്ചു കളയുന്നു, അബ്സോർബ് ചെയ്യുന്നു. ആ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിനെയാണ് നമ്മൾ അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി എന്ന് വിളിക്കുക. അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താ? കപ്പാസിറ്റി ഓഫ് ദി എൻവയോൺമെന്റ് ടു അബ്സോർബ് ഡീഗ്രഡേഷൻ. അതായത് നശിഞ്ഞു പോയി അല്ലെങ്കിൽ ചീഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന വേസ്റ്റുകളെ, മാലിന്യങ്ങളെ അബ്സോർബ് ചെയ്യാനുള്ള ആ ഒരു കഴിവ്, അതാണ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ഇങ്ങനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി എൻവയോൺമെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് വേസ്റ്റ് ഒക്കെ വലിച്ചെറിയുകയും പ്ലാസ്റ്റിക് പോലുള്ള ഡീഗ്രേഡ് ആവാൻ ബുദ്ധിമുട്ടുള്ള അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അതും എൻവയോൺമെന്റിന് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമ്മളുടെ വേസ്റ്റേജ് കൂടാൻ പാടില്ല. വേസ്റ്റ് ജനറേഷൻ ഈ പറഞ്ഞ ലിമിറ്റിനെ ക്രോസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഈ രണ്ട് കപ്പാസിറ്റീസും എൻവയോൺമെന്റ് ഉണ്ടെങ്കിലും അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് നമ്മൾ ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ വേസ്റ്റ് കൂട്ടാനോ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, സെറ്റാണോ? മനസ്സിലായെങ്കിൽ ഒന്ന് കൈവീശിക്കേ. എവിടെ നിങ്ങൾ എനർജി ഒക്കെ പോയോ? ഒന്ന് രണ്ട് കൈവീശി കാണിച്ചേ. യെസ്, ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് വന്നിട്ട് ഗ്ലോബൽ വാർമിംഗ് ആണ്. ഇപ്പൊ ഗ്ലോബൽ വാർമിംഗ് എന്താണ്? നമുക്കറിയാം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒരു ആവറേജ് ടെമ്പറേച്ചർ ഉണ്ട്. ആ ആവറേജ് ടെമ്പറേച്ചർ കൂടുന്നതിനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് വിളിക്കുക. അങ്ങനെ കൂടുമ്പോൾ നമുക്ക് വല്ലാതെ ചൂട് അനുഭവപ്പെടും. ആൻഡ് ഇതുണ്ടാകാനുള്ള കാരണം എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ റിലീസാണ്. ഇനി ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ആവുകയും ഇവർക്കൊരു കപ്പാസിറ്റി ഉണ്ട്. ഇവർക്ക് ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ടെമ്പറേച്ചർ അവിടെ കൂടുന്നത്. ഇനി ഏതൊക്കെ ആക്ടിവിറ്റീസിലൂടെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ഗ്ലോബൽ വാർമിംഗ്? ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയെങ്കിൽ ഒന്ന് കൈവശിക്കേ. യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് എന്തുകൊണ്ടാണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എങ്ങനെയാണ് റിലീസ് ആവണമെന്ന് നോക്കാം. ഈ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീത്തേൻ പോലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ആവുന്നത്? അത് റിലീസ് ആവുന്ന 3 ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അതിന്റെ കോസസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ഫോസിൽ ഫ്യൂവൽസ് പോലുള്ള കോൾ, പെട്രോളിയം ഒക്കെ നമ്മൾ കത്തിക്കുമ്പോൾ, പിന്നെ ആനിമൽ ഡങ്ക് കത്തിക്കുമ്പോൾ, പിന്നെ ഡീഫോറസ്റ്റേഷൻ, മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുമ്പോൾ. ഈ മരങ്ങൾ എന്ത് ചെയ്യുന്നു? അവർ മറ്റേ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രക്രിയയിലൂടെ അവര് കാർബൺ ഡൈ ഓക്സൈഡ് അകത്താക്കുകയും ഓക്സിജൻ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു അല്ലേ? സോ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി അവിടെ മരങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, മനസ്സിലായോ? സോ ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ് ഗ്ലോബൽ വാർമിംഗിന്റെ കാരണമായ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ റിലീസ് ആവാനുള്ള റീസൺസ്. സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവശിക്കേ. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. അപ്പൊ അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ്? കോൺസിക്വൻസസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ആണ്. ഇനി ഗ്ലോബൽ വാർമിംഗ് ഉണ്ടായി കഴിഞ്ഞാലുള്ള ആഫ്റ്റർ എഫക്റ്റുകൾ, നെഗറ്റീവ് ഇമ്പാക്റ്റുകളാണ് കോൺസിക്വൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ചൂട് കൂടിക്കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ പോളാർ റീജിയൻസിലുള്ള ഐസ് ഒക്കെ എന്ത് ചെയ്യും? മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ക്ലൈമറ്റിൽ പെട്ടെന്ന് ചേഞ്ചസ് ഉണ്ടാവും. അധികമായ മഴ അല്ലെങ്കിൽ ഒരുപാട് ചൂട്, അങ്ങനെ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ റൈസിങ് ഓഫ് സീ ലെവൽ ഉയരും. കാരണം പോളാർ ഐസ് അവിടെ മെൽറ്റ് ചെയ്യുകയാണ്. പിന്നെ അങ്ങനെ വരുമ്പോൾ കോസ്റ്റൽ ഫ്ലഡിങ്, തീരപ്രദേശങ്ങളിൽ ഫ്ലഡിങ് ഉണ്ടാവുന്നു. പിന്നെന്താ? സ്കേഴ്സിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, ശുദ്ധമായ ജലം, കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ജലം ഉണ്ടാവില്ല. വരൾച്ച ഉണ്ടാകുന്നു ചൂട് കൂടുമ്പോൾ. എക്സ്റ്റിങ്ഷൻ ഓഫ് മെനി സ്പീഷീസ്, കുറെ ഓർഗാനിസംസും കുറെ സ്പീഷീസും ഒക്കെ ചത്ത്
പോകാനുള്ള ചാൻസസ് കൂടുതലാണ് വരൾച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ. പിന്നെ ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ വരൾച്ചയാണ്. പിന്നെ ഫാമിൻ, പട്ടിണി. അതായത് വരൾച്ച സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. കൃഷി ഇല്ലെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് ഭക്ഷിക്കാനുള്ള സാധനങ്ങളും കിട്ടില്ല. ഓക്കെ, മനസ്സിലായല്ലോ? സെറ്റാണോ? കോൺസിക്വൻസസ് ഒരു 5-6 പഠിച്ചു വെക്കാം കേട്ടോ. എപ്പോഴും ചോദിക്കില്ല, എന്നാലും പഠിച്ചു വെക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ അടുത്തത് വരുന്നത് ഈ ഗ്ലോബൽ വാർമിംഗ് പോലുള്ള ഇഷ്യൂസ് ഒക്കെ തടയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് എഗ്രിമെന്റ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിൽ ഒന്നാമത്തെയാണ് കോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇത് കോട്ടോ എന്ന് പറയുന്നത് ജപ്പാനിൽ കോട്ടോ എന്ന് പറയുന്ന സ്ഥലത്ത് 1997 നടന്ന ഒരു കോൺഫറൻസ് ആണ്, UN കോൺഫറൻസ് ആണ്. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യണം മെയിൻ ആയിട്ട്. ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഒരു ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു ഗ്ലോബൽ ലെവലിലുള്ള ഈ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താം. അതായിരുന്നു ഇതിന്റെ ഒരു ആശയം. അതിന് അവർ കണ്ടെത്തിയ സൊല്യൂഷൻ എന്താന്ന് വെച്ചാൽ, ഈ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള കൺട്രീസ്, ഇൻഡസ്ട്രീസ് ഒക്കെ കൂടുതലുള്ള കൺട്രീസിലാണല്ലോ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻസ് ഒക്കെ കൂടാനുള്ള ചാൻസ്. സോ അങ്ങനെയുള്ള ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസിൽ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എമിഷൻ കുറയ്ക്കുക, അതായിരുന്നു ഈ പ്രോട്ടോകോളിൽ അവർ ഡിസൈഡ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഈ കോൺഫറൻസിന്റെ ഭാഗമായിട്ട് അവരെല്ലാ രാജ്യങ്ങളും കൂടി ചേർന്ന് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു. ആ എഗ്രിമെന്റിനെയാണ് നമ്മൾ കോട്ടോ പ്രോട്ടോകോൾ എന്ന് ആ ഒരു പേരിൽ പറയുന്നത്. ഓക്കെ, സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവശിക്കേ. യെസ്, ഇനി നമുക്ക് മറ്റൊരു എഗ്രിമെന്റ് നമുക്ക് നോക്കാം. UN സമ്മിറ്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, കോപ്പൻഹാഗൻ സമ്മിറ്റ്. അല്ലെ, കോപ്പൻഹാഗൻ സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ നടന്നത്? ഡെൻമാർക്കിലെ കോപ്പൻഹാഗൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടന്നത്. ഇതൊരു പെർട്ടിക്കുലർ ഡേറ്റിലല്ല, ഇത് December 7 മുതൽ 18 വരെ നീണ്ടു നിന്നൊരു കോൺഫറൻസ് ആണ്. 2009 ഇത് നടന്നത്. ആൻഡ് ഇതിന്റെ ഭാഗമായിട്ടും നമ്മൾ 2 ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെ, അതായത് അതിൽ കൂടുതൽ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻസ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ അതിൽ കൂടുതൽ കൂടാണ്ട് നോക്കുക എന്നുള്ളതാണ്. അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ 2 ഡിഗ്രി സെന്റിഗ്രേഡിൽ കൂടാതെ നമ്മൾ എപ്പോഴും നോക്കണം എന്നുള്ള ആ ഒരു ആക്ഷൻ ആയിരുന്നു ഈ ഒരു കോൺഫറൻസിന്റെ ഫലമായിട്ട് നമ്മൾ എടുത്തത്. ഓക്കെ, സെറ്റാണോ? സെറ്റാണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. ജസ്റ്റ് അറിഞ്ഞിരിക്കാട്ടോ ആ ഡേറ്റും കാര്യങ്ങളും പേരും ഇതൊക്കെ, അല്ലാണ്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, 1 വേർഡ് ഒക്കെ ആയിരിക്കും ചോദിക്കാം. യെസ്, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകും. ഇനി പാരീസ് എഗ്രിമെന്റ് ആണ്. പാരീസ് എഗ്രിമെന്റ് 196 കൺട്രീസും കൂടി ചേർന്നാണ് ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത സമയത്ത് അവിടെ എത്ര കൺട്രീസ് ഉണ്ടായിരുന്നു? 196 കൺട്രീസ് ഉണ്ടായിരുന്നു. 2015 ഇത് നടന്നത്. ഇതും ഒരു പാരീസിലാണ് നടന്നത് കേട്ടോ. അതുകൊണ്ടാണ് പാരീസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞ പേര് വന്നത്. ഫ്രാൻസിലെ പാരീസിലാണ് നടന്നത്. ഇനി ഇതിന്റെ ഗോൾ എന്താണ്? ഇവിടെയും ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കുക എന്നുള്ളതാണ്. സോ ടെമ്പറേച്ചർ 2 ഡിഗ്രി സെന്റിഗ്രേഡിൽ മുകളിലേക്ക് പോകാൻ പാടില്ല, അതിന്റെ ബിലോ എപ്പോഴും കീപ്പ് ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യമാണ് ഈ എഗ്രിമെന്റിലും പറയുന്നത്. ഓക്കെ, ഇപ്പൊ സെറ്റ് ആണ് മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. യെസ്, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തതാണ് ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. ഓസോൺ പാളിയെ കുറിച്ച് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ, ഇല്ലേ മക്കളെ? പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവീശിക്കേ. ഓസോൺ ലെയർ, നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞ അറ്റ്മോസ്ഫിയറിന്റെ ലെയറിലാണ് ഈ ഓസോൺ ലെയർ ഉണ്ടാവുന്നത് അല്ലെ. ഈ ഓസോൺ ലെയർ എന്താ ചെയ്യുന്നത്? സൺലൈറ്റ് അല്ലെ, സൂര്യനിൽ നിന്നുള്ള ആ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള അൾട്രാ വയലറ്റ് റേസ് ഡയറക്റ്റ് ആയിട്ട് ഭൂമിയിലേക്ക് വരാതെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന ഒരു നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയർ ആണ് ഈ ഓസോൺ ലെയർ എന്ന് പറയുന്നത്. ആണോ മക്കളെ? അല്ലേ? ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. ഓസോൺ പാളിയിൽ, ഓസോൺ ലെയറിൽ വിള്ളൽ വീഴുക അല്ലെങ്കിൽ ഓസോൺ ലെയറിലെ ഓസോണിന്റെ അളവ് കുറയുക, അതൊരു പ്രശ്നമാണ്. അതിനെയാണ് നമ്മൾ ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് വിളിക്കുക. സോ ഇറ്റ് റെഫേഴ്സ് ടു ദി ഡിക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ഓസോൺ ഇൻ ദി സ്ട്രാറ്റോസ്ഫിയർ. ഇതിന് കാരണം ഇതിന് കാരണമായിട്ടുള്ളത് CFCs ആണ്, ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ്. അതായത് നമ്മൾ ഫ്രിഡ്ജിലും അല്ലെങ്കിൽ എയർ കണ്ടീഷണേഴ്സിലൊക്കെ കൂളിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഈ പറഞ്ഞ CFC എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ ഓസോൺ ലെയറിൽ ഡിപ്ലീഷൻ ഉണ്ടാകുന്നത്. സെറ്റ് ആണല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഇതിന്റെ കോൺസിക്വൻസ് ആണ്. ഓസോൺ ലെയർ ഡിപ്ലീഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അൾട്രാ വയലറ്റ് റേസ് ഡയറക്റ്റ് ആയിട്ട് ഭൂമിയിൽ പതിക്കുമ്പോൾ ഉണ്ടാവുന്ന കോൺസിക്വൻസസ് ആണ് എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും, ഹ്യൂമൻ ബീങ്സിന് മാത്രമല്ല എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും ഇത് ഡേഞ്ചറസ് ആണ്. സോ ഡാമേജ് ടു ഓൾ ലിവിങ് ഓർഗാനിസം. പിന്നെ നമുക്ക് സ്കിൻ ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ എസ്പെഷ്യലി അക്വാട്ടിക് ഓർഗാനിസത്തിനെയും ഇത് എഫക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ കോൺസിക്വൻസസ് കേട്ടോ. യെസ്, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകും. അടുത്തതാണ് കോസസ് ഓഫ് എൻവയോൺമെന്റൽ ഡാമേജ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. എൻവയോൺമെന്റ് ഡാമേജ് ഉണ്ടാവാനുള്ള മെയിൻ കോസ് എന്താ? ഒന്ന് പോപ്പുലേഷൻ കൂടാ, ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള വിഭവങ്ങൾ നേച്ചറിൽ ഇല്ല അല്ലെ, വിഭവങ്ങൾ ലിമിറ്റഡ് ആണ്. അതിന് അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ അവിടെ കൺസംഷനും കൂടും. സോ അതും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഈ രണ്ടും ഇതാണ് മെയിൻ റീസൺസ് ഫോർ എൻവയോൺമെന്റൽ ഡാമേജ്. ഓക്കെ, സെറ്റ് അല്ലേ?
അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. സോ ഇത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇത് നമ്മൾ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നടന്ന രണ്ട് മൂവ്മെന്റുകളാണ് ചിപ്കോ മൂവ്മെന്റും അപ്പീക്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഹിമാലയാസിലെ ഫോറസ്റ്റുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നടത്തിയ ഒരു മൂവ്മെന്റ് ആണ്. അപ്പീക്കോ മൂവ്മെന്റ് ഫോറസ്റ്റുകളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് എവിടെയുള്ളതാണ്, കർണാടകയിലുള്ള ഒരു ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നടത്തിയ ഒരു മൂവ്മെന്റ് ആണ്. ഈ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ആ ഒരു ഫോറസ്റ്റ് ഏരിയാസിൽ ഉള്ള മരങ്ങളെ വെട്ടി നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. പക്ഷെ അത് നടന്നില്ല. അവിടെയുള്ള ലോക്കൽ പീപ്പിൾ എല്ലാവരും കൂടി ചേർന്ന് എന്ത് ചെയ്തു, ആ ഫോറസ്റ്റിലുള്ള എല്ലാ മരങ്ങളെയും ഇങ്ങനെ ഹഗ് ചെയ്ത്, ഇങ്ങനെ കൈകൾ കോർത്ത് പിടിച്ചിട്ട് അവർ ഹഗ് ചെയ്ത് നിന്നു. അപ്പോൾ വുഡ് കട്ടേഴ്സ് ഒക്കെ തിരിച്ചു പോവുകയുണ്ടായി. ഓക്കെ, അതാണ് സംഭവം. അതായത് എല്ലാ മരങ്ങളെയും അവരിങ്ങനെ ഹഗ് ചെയ്ത് നിന്ന് പ്രൊട്ടക്ട് ചെയ്തു, സംരക്ഷിച്ചു, അത് മുറിക്കാതെ നോക്കി എന്നുള്ളതാണ്. ഈ രണ്ടിടത്തും അത് തന്നെയാണ് സംഭവിച്ചത്. ഈ ഹിമാലയാസിലെ ഫോറസ്റ്റും അങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്തത്, ഈ കർണാടകയിലുള്ള ഫോറസ്റ്റിനെയും അങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്തത്. ഓക്കെ, ഹിമാലയാസിലെ പ്രൊട്ടക്ട് ചെയ്ത ഫോറസ്റ്റിന് ആ ഒരു മൂവ്മെന്റിനെയാണ് ചിപ്കോ മൂവ്മെന്റ് എന്നും ഇതിനെ അപ്പീക്കോ മൂവ്മെന്റ് എന്നും പറയുന്നു. ഓക്കെ, സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ എൻവയോൺമെന്റിൽ ഫേസ് ചെയ്യുന്ന മറ്റ് പ്രധാനപ്പെട്ട ഇഷ്യൂസ് ആണ്. ലാൻഡ് ഡീഗ്രഡേഷൻ, എയർ പൊല്യൂഷൻ, ബയോഡൈവേഴ്സിറ്റി ലോസ്, വാട്ടർ പൊല്യൂഷൻ, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇതെല്ലാതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ മക്കളെ? നിങ്ങൾ സോഷ്യലിലൊക്കെ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ? ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. അപ്പൊ നമുക്ക് എല്ലാം ഒന്ന് വെറുതെ ഒന്ന് നോക്കി പോവാം കേട്ടോ. അപ്പൊ ആദ്യത്താണ് ലാൻഡ് ഡീഗ്രഡേഷൻ. അതായത് സോയിലിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുക, സോയിലിന്റെ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ന്യൂട്രിയൻസ് കുറയാം. അതാണ് ലാൻഡ് ഡീഗ്രഡേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ഇതിന്റെ കോസസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തോ കേട്ടോ. കോസസ് ഓഫ് ലാൻഡ് ഡീഗ്രഡേഷൻ എക്സാമിന് ചോദിക്കാറുണ്ട്. 4 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിക്കാറുള്ള ചോദ്യമാണ് കോസസ് ഓഫ് ലാൻഡ് ഡീഗ്രഡേഷൻ. എങ്ങനെയാണ് ലാൻഡ് ഡീഗ്രേഡ് ആവാൻ, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാ? ഒന്നാമത്തെ കാരണം ഡീഫോറസ്റ്റേഷൻ ആണ്, മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത്. രണ്ടാമത്താണ് ഒരുപാട് നമ്മൾ കത്തിക്കാൻ വേണ്ടി ഫ്യൂവലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ കാറ്റിൽസ്, കന്നുകാലികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഫോഡറിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മരങ്ങൾ അവിടുത്തെ പുല്ലുകളൊക്കെ ഗ്രേസ് ചെയ്യിപ്പിക്കുക. അങ്ങനെ ഓവറായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡേഞ്ചർ ആണ്. സോ അതൊരു പ്രശ്നമാണ്, ലാൻഡ് ഡീഗ്രേഡ് ആവാനുള്ള കോസാണ്. പിന്നെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ എന്നാണ് അതിന് മറ്റൊരു പേര്. അതായത് ഒരു ഏരിയയിൽ ഉള്ള ഫോറസ്റ്റിലെ ട്രീസ് ഒക്കെ കട്ട് ചെയ്ത് അവിടെ ബേൺ ചെയ്തിട്ട് അവിടെ നമ്മൾ പിന്നീട് കൃഷി ചെയ്യുന്നു. എന്നിട്ട് പിന്നെ വേറൊരു സ്ഥലത്ത് പോകുന്നു, അവിടുത്തെ കാടും വെട്ടി നശിപ്പിച്ചിട്ട് അവിടുത്തെ അതൊക്കെ കത്തിച്ച് പിന്നെ അവിടെയും കൃഷി ചെയ്യുന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ ക്ലിയർ ചെയ്ത് പോകും, ഓരോ ഫോറസ്റ്റ് ഏരിയാസ്. അതാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ എൻക്രോച്ച്മെന്റ് ഇൻ ടു ഫോറസ്റ്റ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ, ഫോറസ്റ്റ് ലാൻഡിലേക്ക് കടന്നു കയറി അവിടെ കൾട്ടിവേറ്റ് ചെയ്യുക, കൃഷി ചെയ്യുക. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള സോയിൽ കൺസേർവ് ചെയ്യാനുള്ള മെഷേഴ്സ് ഒക്കെ എടുക്കാതിരിക്കുക. ഇതൊക്കെ ലാൻഡ് ഡീഗ്രേഡ് ആവാനുള്ള കാരണങ്ങളാണ്. ഇനി കുറച്ചും കൂടി ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. നോൺ അഡോപ്ഷൻ ഓഫ് ക്രോപ്പ് റൊട്ടേഷൻ, അതായത് ഒരേ ക്രോപ്പ് തന്നെ സ്ഥിരമായിട്ട് ഒരു ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്യാതെ വേറെ വിളകളൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനൊക്കെ ഓവറായിട്ടുള്ള യൂസേജ്, അതും ഡേഞ്ചറസ് ആണ്, സോയിലിന്റെ ഫെർട്ടിലിറ്റി കുറയ്ക്കും. പിന്നെന്താ, ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള പ്ലാനിങ്, ഇറിഗേഷൻ കുറവ്, ഇറിഗേഷൻ സിസ്റ്റം പ്രോപ്പർ അല്ലാതെ വരാം. പിന്നെ ഫെർട്ടൈൽ ആയിട്ടുള്ള ടോപ്പ് സോയിൽ തന്നെ നമ്മൾ ബ്രിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇതൊക്കെ ലാൻഡ് ഡീഗ്രേഡ് ആവാനുള്ള കാരണങ്ങളാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ മക്കളെ, നോട്ട് ചെയ്യുക കേട്ടോ. ലാൻഡ് ഡീഗ്രഡേഷന്റെ കോസസ്. സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത എയർ പൊല്യൂഷൻ ആണ്. ഇതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. എയർ പൊല്യൂഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. വായു എങ്ങനെയാണ് മലിനമാകാം, എങ്ങനെയാണ്? ഈ വെഹിക്കിൾസിൽ നിന്നുള്ള പുക, അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൽ നിന്നുള്ള പുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് നമ്മളെ എയറിനെ പൊല്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തതാണ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതുപോലെ നമ്മൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തൊട്ടടുത്ത പുഴയിലും മറ്റുമൊക്കെ പോയി ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ജലവും മലിനമാകും. സോ വാട്ടർ പൊല്യൂഷന്റെ മെയിൻ റീസൺസ് ഏതൊക്കെയാ? ഒന്ന് നമ്മളെ ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ ആണ്. നമ്മുടെ വീടുകളിലുള്ള ഡൊമസ്റ്റിക് വേസ്റ്റും മറ്റൊക്കെ ഡംപ് ചെയ്താൽ. ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വേസ്റ്റ്, അതാണ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ. പിന്നെ എഗ്രികൾച്ചറൽ റൺ ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എഗ്രികൾച്ചറൽ ലാൻഡ്സിൽ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. സോ അവിടെ നമ്മൾ ഇറിഗേറ്റ് ചെയ്യുമ്പോൾ ഈ കെമിക്കൽസ് ഒക്കെ കലർന്ന വെള്ളം തൊട്ടടുത്തുള്ള പുഴയിലൊക്കെ വീണ് കഴിഞ്ഞാൽ അതും ഡേഞ്ചറസ് ആണ്. സോ ഇത് മൂന്നുമാണ് വാട്ടർ പൊല്യൂഷന്റെ മെയിൻ ആയിട്ടുള്ള കോസിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്, അടുത്താണ് ബയോഡൈവേഴ്സിറ്റി ലോസ്. ഇപ്പൊ പറഞ്ഞ പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ടാവും. അതായത് കുറെ സ്പീഷീസ് അവിടെ ചത്ത്
ചത്തു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം പൊല്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ജീവജാലങ്ങൾക്കും അത് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. സോ അതാണ് ബയോഡൈവേഴ്സിറ്റി ലോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യെസ്, നമുക്കിനി നെക്സ്റ്റ് നോക്കാം. അടുത്താണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. അതായത് വേസ്റ്റ് നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. അവിടെ ഇവിടെ ഒന്നും വലിച്ചെറിയാൻ പാടില്ല. പ്രോപ്പറായിട്ട് നമ്മൾ വേസ്റ്റ് ഡംപ് ചെയ്യണം. അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ അതാണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഓക്കെ, എല്ലാം ജസ്റ്റ് ഒന്ന് ഒരു പോയിന്റിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? നിങ്ങൾ മാർക്ക് ചെയ്യാട്ടോ, 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണ്, അതിന്റെ സ്ട്രാറ്റജീസ്. ഇപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഇപ്പൊ കുറെ വിഭവങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു ജനറേഷന് വേണ്ടി മാത്രമുള്ളതാണോ? അല്ല, ഇനി വരാൻ പോണ ജനറേഷനും വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. സോ നിങ്ങൾ ഇപ്പൊ എന്ത് വികസനത്തിന് വേണ്ടിയിട്ട് എന്ത് കാര്യം ചെയ്താലും അതെന്താണ്, ആ ചെയ്യുന്നത് എൻവയോൺമെന്റിനെ ഡാമേജ് ചെയ്യാൻ പാടില്ല. സോ നമ്മൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താലും അത് ഇനി വരാൻ പോണ ജനറേഷനും കൂടി വേണ്ടിയിട്ടുള്ള വിഭവങ്ങളാണെന്ന് കരുതി വിഭവങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ കരുതലോട് കൂടി ഉപയോഗിക്കണം. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് ജനറേഷൻ വിത്തൗട്ട് കോംപ്രമൈസിങ് ദി എബിലിറ്റി ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻ ടു സാറ്റിസ്ഫൈ ദെയർ ഓൺ നീഡ്സ്. അതായത് സോ നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ആവണം, ഇനി വരാൻ പോണ ജനറേഷനും അവരുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം. സോ നമ്മൾ വിഭവങ്ങളെ ചൂഷണം ചെയ്യാതെ ഇരിക്കുക, എല്ലാ വിഭവങ്ങളെയും കൺസേർവ് ചെയ്ത് അതേപോലെ തന്നെ കീപ്പ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? കോൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. യെസ്, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തത് ഹെർമൻ ഡാലി എന്ന് പറഞ്ഞ എൻവയോൺമെന്റൽ എക്കണോമിസ്റ്റ് സജസ്റ്റ് ചെയ്ത സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ മെഷേഴ്സ് ആണ്. അപ്പൊ ഇതൊന്നും നിങ്ങൾ പഠിച്ചു വെക്കുക, ഇത് എപ്പോഴും അങ്ങനെ ചോദിക്കില്ല, എന്നാലും നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ് നമ്മൾ എടുക്കണം എന്നുള്ളത്. ഈ ഹെർമൻ ഡാലി എന്ന് പറഞ്ഞ എൻവയോൺമെന്റൽ എക്കണോമിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കുറച്ച് മെഷേഴ്സ് ആണ്. ഒന്നെന്താ, പോപ്പുലേഷൻ കുറയ്ക്കുക, പോപ്പുലേഷനെ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളത്. പിന്നെ ഇൻപുട്ടുകളൊക്കെ എഫിഷ്യന്റ് ആയിട്ട് വേസ്റ്റേജ് കൂടാണ്ട് ഉപയോഗിക്കുക പ്രൊഡക്ഷനിൽ. പിന്നെ സസ്റ്റൈനബിൾ ആയിട്ട് റിന്യൂവബിൾ റിസോഴ്സ് ആയിക്കോട്ടെ, റിന്യൂ ചെയ്യാൻ പറ്റും എന്ന് കരുതിയിട്ട് അത് ഓവറായിട്ട് നമ്മൾ യൂസ് ചെയ്യരുത്. സസ്റ്റൈനബിൾ ആയിട്ട് തന്നെ അതിനെ ഉപയോഗിക്കാം. പിന്നെ നോൺ റിന്യൂവബിൾ റിസോഴ്സ് നമുക്കറിയാം, അത് റിന്യൂ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് കരുതലോടുകൂടി കുറച്ച് മാത്രം, ആവശ്യത്തിന് മാത്രം അതിനെ ഉപയോഗിക്കാം. പിന്നെ കറക്റ്റ് ചെയ്യുക, ഇൻഎഫിഷ്യൻസീസ് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് അതിന് സൊല്യൂഷൻ കണ്ടെത്തി നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളത്. ഓക്കെ, സെറ്റ് ആണോ? ഈ മെഷേഴ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഏതോ ഒരു പ്രാവശ്യം എസ്സേ ടോപ്പിക്കിന് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യില്ലായിരുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ആണെങ്കിൽ കൈവശിക്കേ. യെസ്, അപ്പൊ അടുത്തതാണ് സ്ട്രാറ്റജീസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പൊ അതിൽ ഈ സ്ട്രാറ്റജീസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എസ്സേയുടെ ഒരു സബ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? അത് 1 മാർക്ക് ഉണ്ടാവുള്ളൂ, ബാക്കി മാർക്കൊക്കെ ഇതിനായിരിക്കും. കുറെ സ്ട്രാറ്റജീസ് ഉണ്ട്. അതിൽ ആദ്യത്താണ് യൂസസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. അതായത് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ഉപയോഗിക്കുക. സോളാർ എനർജി, വിൻഡ് എനർജി, അങ്ങനെയുള്ള എനർജി സോഴ്സുകൾ ഉപയോഗിക്കുക. കാരണം എന്താ, അത് എൻവയോൺമെന്റിനെ ഡാമേജ് ചെയ്യാത്ത തരത്തിലുള്ള എനർജി സോഴ്സുകളാണ്. പകരം തെർമൽ, ഹൈഡ്രോ എനർജി ഒക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഈ പറഞ്ഞ സോളാർ, വിൻഡ് പവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അതാണ് യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയിൽ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്തതാണ് LPG ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിലുള്ള ജനങ്ങൾ കൂടുതലും എന്താ, ഈ LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് പോലുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഡാമേജ് ചെയ്യാത്ത ഒരു ക്ലീൻ ഫ്യൂവൽ ആണത്. സോ അങ്ങനെയുള്ള ഫ്യൂവലുകൾ, പിന്നെ ഗോബർ ഗ്യാസ്, അതായത് ആനിമൽ ഡങ്കിൽ നിന്നുള്ള ഗ്യാസ് ആണ് ഗോബർ ഗ്യാസ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ എൻവയോൺമെന്റിന് അത് ഡാമേജ് ചെയ്യില്ല. സെറ്റ് അല്ലേ? സെറ്റ് ആണെങ്കിൽ കൈവീശിക്കേ. യെസ്, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അപ്പൊ റൂറൽ ഏരിയാസിൽ കണ്ടു. ഇനി അർബൻ ഏരിയാസിൽ CNGs ആണ് ഉപയോഗിക്കേണ്ടത്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. എവിടെ? ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലുണ്ട്, പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് CNG യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പൊല്യൂഷനൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി വിൻഡ് പവർ അറിയാലോ, ഏറ്റവും കൂടുതൽ കാറ്റുള്ള സ്ഥലങ്ങളിലാണ് ഈ വിൻഡ് മിൽസ് ഒക്കെ സ്ഥാപിക്കുക. സോ കാറ്റിന് ശക്തിക്ക് അനുസരിച്ച് ഈ വിൻഡ് മിൽസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. സോ അതുവഴി നമുക്ക് എന്താ, എനർജി കിട്ടും. സോ അത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അതൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എനർജി സോഴ്സ് ആണ്. സെറ്റ് അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്താണ് സോളാർ പവർ, അതായത് സോളാർ എനർജിയാണ് ഇവിടെ പറയുന്നത്. അതായത് ഫോട്ടോ വോൾട്ടേക് സെൽസ് സ്ഥാപിക്കുകയും ആ ഫോട്ടോ വോൾട്ടേക് സെൽസിൽ സൺലൈറ്റ് വന്ന് സ്റ്റോർ ചെയ്ത് അതിൽ നിന്ന് നമുക്ക് എനർജി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു.
അതാണ് സോളാർ എനർജിയിൽ പറയുന്നത്. നമ്മൾക്ക് സ്ഥിരം കേൾക്കാമല്ലോ സോളാർ എനർജി. അറിയില്ല നിങ്ങൾക്ക്? അറിയാം മക്കളെ? അറിയാമെങ്കിൽ കൈവശിക്കേ. നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ കേട്ടോ. യെസ്, നമുക്ക് നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വരുന്നത് മിനി ഹൈഡൽ പ്ലാന്റ്സ് ആണ്. അതായത് വലിയ വലിയ ഡാംസ് ഒക്കെ വലിയ വലിയ റിവേഴ്സിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് പകരം ചെറിയ ചെറിയ അരുവികളിൽ സ്ട്രീംസിലും മറ്റും ചെറിയ മിനി ഡാംസുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ലോക്കൽ ആയിട്ടുള്ള നീഡ്സ് ഒക്കെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. ലോക്കൽ ആ ഏരിയയിലുള്ള ജനങ്ങൾക്ക് വേണ്ട പവറും കാര്യങ്ങളും എനർജിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇലക്ട്രിസിറ്റിയും ഒക്കെ നമുക്ക് ഈ ഒരു മിനി ഹൈഡൽ പ്ലാന്റ്സ് വഴി നമുക്ക് ലഭിക്കും. വലിയ വലിയ ഡാമൊക്കെ അവോയ്ഡ് ചെയ്യുക. വലിയ വലിയ റിവേഴ്സിന്റെ നാച്ചുറൽ ഫ്ലോസിന് തടസ്സം നിൽക്കുന്ന വലിയ ഡാംസിന് പകരം മിനി ഹൈഡൽ പ്ലാന്റ്സ് ആണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്തതാണ് ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസ്. ഇപ്പൊ ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണ്? ഈ ആയുർവേദ അങ്ങനെയുള്ള മെഡിസിനൽ പ്ലാന്റ്സ് പഴയ കാലത്ത് ഉള്ള മീൻസ് നിങ്ങളുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ കൂടുതലും ഈ പറഞ്ഞ ഹെർബൽ പ്ലാന്റ്സ്, മെഡിസിനൽ പ്ലാന്റ്സ്, ഈ പഴയ ആയുർവേദ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ഇപ്പോഴും യൂസ് ചെയ്യുക അല്ലെ. സോ അലോപ്പതി ഒക്കെ മാറി നിങ്ങൾ പഴയ ആ ഒരു ട്രഡീഷണൽ പ്രാക്ടീസിലേക്ക് തിരിച്ചു പോകുക എന്നാണ് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ബയോ കമ്പോസ്റ്റിംഗ്. ബയോ കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ജൈവ വളമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ മാറ്റി നിർത്തി നമ്മൾ എന്ത് ചെയ്യണം? ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റിൽ നിന്ന് ബയോ കമ്പോസ്റ്റ്, ഓർഗാനിക് ആയിട്ടുള്ള വളം ഉണ്ടാക്കി അത് നമ്മൾ അഗ്രികൾച്ചർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാന്നുള്ളത്. അത് എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും. യെസ്, ഓക്കെ. നെക്സ്റ്റ് നോക്കാം നമുക്ക്. അടുത്താണ് ബയോ പെസ്റ്റ് കൺട്രോൾ. പെസ്റ്റിസൈഡ്സ് ഇല്ലേ, അതായത് ചെറിയ ചെറിയ ഇൻസെക്റ്റുകൾ, പെസ്റ്റിസൈഡ്സ് അല്ല, പെസ്റ്റുകളില്ലേ, ചെറിയ ചെറിയ ഇൻസെക്ട്സ് ഈ ക്രോപ്സിനെയൊക്കെ നശിപ്പിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത്. സോ കെമിക്കൽ പെസ്റ്റിസൈഡ്സിന് പകരം നമ്മൾ കുറച്ചും കൂടി ഓർഗാനിക് ആയിട്ടുള്ള ബയോ പെസ്റ്റ് കൺട്രോൾ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചില നീം ട്രീസ്, ഇങ്ങനെയുള്ള ചില ട്രീസിൽ നിന്നും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബയോ പെസ്റ്റുകളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ബയോ പെസ്റ്റുകൾ നിർമ്മിക്കാൻ പറ്റും. അത് യൂസ് ചെയ്തിട്ട് ഈ പെസ്റ്റുകളെയൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്, കെമിക്കൽസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവശിക്കേ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കാം. ഷിഫ്റ്റ് ഓർഗാനിക് ഫാമിംഗ്. ഓർഗാനിക് ഫാമിംഗിലേക്ക് മാറാം. ഓർഗാനിക് ഫാമിംഗ് അറിയാലോ നമുക്ക്. നിങ്ങൾ 6ാമത്തെ ചാപ്റ്റർ റൂറൽ ഡെവലപ്മെന്റ് എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ കൃഷി അല്ലെ. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി ഓർഗാനിക് ആയിട്ടുള്ള വളവും കാര്യങ്ങളും ഓർഗാനിക് ആയിട്ടുള്ള രീതിയിലുള്ള കൃഷിനെയാണ് നമ്മൾ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയാ. ഇത് ഒട്ടും തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സോ പെസ്റ്റിസൈഡ്സോ ഒന്നും തന്നെ ഉപയോഗിക്കില്ല. സെറ്റ് ആണോ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ചേ. ഓക്കെ, സോ ഇതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ട്, പിന്നെ സ്ട്രാറ്റജീസ് ചോദിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ അബ്സോർപ്റ്റീവ് കപ്പാസിറ്റിയും ക്യാരിയിങ് കപ്പാസിറ്റിയും എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവശിക്കേ. യെസ്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? Which of the following is not a commercial source of energy? ഇതിൽ ഏതാണ് കൊമേഴ്ഷ്യൽ സോഴ്സ് ഓഫ് എനർജി അല്ലാത്തത്? ഇപ്പൊ കൊമേഴ്ഷ്യൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ നോൺ റിന്യൂവബിൾ റിസോഴ്സുകളില്ലേ, കോൾ, പെട്രോളിയം, അതൊക്കെയാണ് കൊമേഴ്ഷ്യൽ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് കൊമേഴ്ഷ്യൽ സോഴ്സ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ കോള്, പെട്രോളിയം, ഇലക്ട്രിസിറ്റി വരില്ല. കൗഡങ് ആണ് ഇതിനകത്ത് ആൻസർ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവശിക്കേ. യെസ്. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എൻവയോൺമെന്റൽ ഇഷ്യൂ. ഇതിനകത്ത് ഏതാണ് എൻവയോൺമെന്റിനെ ബാധിക്കുന്ന ഇഷ്യൂ? ഇൻഫ്ലേഷൻ ആണോ, അൺഎംപ്ലോയ്മെന്റ് ആണോ, ജനറൽ പ്രൈസ് ലെവൽ ആണോ, വാട്ടർ പൊല്യൂഷൻ ആണോ? ഏതാണ് മക്കളെ? വാട്ടർ പൊല്യൂഷൻ അല്ലേ? ആണെങ്കിൽ ഒന്ന് കൈവശിക്കേ. യെസ്, വാട്ടർ പൊല്യൂഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കുറച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, കുറച്ച് വിഭവങ്ങൾ തന്നിട്ടുണ്ട്. ഇതിന് ബയോട്ടിക് എന്നും അബയോട്ടിക് എലമെന്റ്സ് നിങ്ങൾ ക്ലാസിഫൈ ചെയ്യണം. എളുപ്പമല്ലേ അത്? എളുപ്പമാണെങ്കിൽ ഒന്ന് കൈവശിക്കേ. അത് ബയോട്ടിക് ആയിട്ടുള്ള ജീവനുള്ളത് ഏതൊക്കെയാണ്? ബേർഡ്സും ആനിമൽസും ആണ് അല്ലെ. അബയോട്ടിക് ജീവനില്ലാത്ത ഏതൊക്കെയാ? സോയിലും എയറും. ഇനി റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ലാൻഡ് ഡീഗ്രഡേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലാൻഡ് ഡീഗ്രഡേഷന്റെ കോസസ് ഇമ്പോർട്ടന്റ് ആണെന്ന്. അത് നിങ്ങൾ പഠിക്കണം കേട്ടോ. റൈറ്റ് ഇനി 2 എന്നായിരിക്കില്ല, ചിലപ്പോൾ 3 or 4 ഒക്കെ ചോദിക്കാം. ഇനി അടുത്തത് എന്താ? ഓസോൺ ഡിപ്ലീഷന്റെ കാരണം എന്താണ്? കോസ് ഓഫ് ഓസോൺ ഡിപ്ലീഷൻ. ഇതിനകത്ത് ഏതാണ്? അവസാനത്തെ ഓപ്ഷൻ ആണ് കേട്ടോ, CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ് ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്നത്. സെറ്റ് ആണോ? ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ചേ. യെസ്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്. അതിനെ ഡിസ്കസ് ചെയ്യാൻ സമയമില്ല, എങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് മിസ് പറഞ്ഞുതരാം കേട്ടോ.
ഇപ്പൊ കമ്പാരിറ്റീവ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബേഴ്സ്. ലാസ്റ്റ് ചാപ്റ്റർ കേട്ടോ, നമ്മളെ 9ാമത്തെ ചാപ്റ്റർ. കിട്ടിയോ? ചാപ്റ്റർ കിട്ടിയെങ്കിൽ കൈവശിക്കേ. യെസ്. അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ ഇന്ത്യനെയും ഇന്ത്യയുടെ ഒപ്പം തന്നെ ചൈനയെയും പാകിസ്ഥാനെയും കമ്പയർ ചെയ്യുവാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇന്ത്യ, ചൈന, ഇത് വേണ്ട. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ ഈ 3 രാജ്യങ്ങൾക്ക് കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. ഇവർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത് ഏകദേശം അടുത്ത വർഷങ്ങളിലാണ്. ആൻഡ് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന്റെ ഇയർ ഒക്കെ ഇവിടെ കൊടുത്തിട്ട് നമുക്കറിയാം 1947 ഇന്ത്യക്ക് കിട്ടിയത് അല്ലേ. പാകിസ്ഥാനും ആ സെയിം ഇയർ ആണ്. 1949 ചൈനക്ക് കിട്ടിയത്. പിന്നെ നമ്മളെ പോലെ തന്നെ ഇവിടെ പ്ലാനിങ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. 5-year പ്ലാൻസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം കേട്ടോ. സോ പ്ലാനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ? പ്ലാനിങ് സ്ട്രാറ്റജി, എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് പ്ലാനിങ് സ്ട്രാറ്റജി ഈ 3 രാജ്യങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. 5-year പ്ലാൻസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. 5-year പ്ലാൻസ് ഈ 3 രാജ്യങ്ങളും കൊണ്ടുവന്ന വർഷം നിങ്ങൾ നോട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ 3 രാജ്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുക, അവരുടെ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് കമ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും എഴുതണം. പ്ലാനിങ് കൊണ്ടുവന്ന കാര്യം എഴുതണം, 5-year പ്ലാനിന്റെ കാര്യമൊക്കെ എഴുതണം കേട്ടോ. ഓക്കെ, ഇനി ഇതിലെ മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചൈനയുടെ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് ആണ്. അത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കാം കേട്ടോ. ചൈനയുടെ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ്. ചൈനയുടെ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? ഒന്ന്, നമ്മളെ ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത പോലെ തന്നെ ലിബറലൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിനു മുമ്പ് അവർ 1 ചൈൽഡ് ഫാമിലി നോം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒരു ഫാമിലിക്ക് ഒരു കുട്ടി എന്നുള്ളത് 1 ചൈൽഡ് ഫാമിലി നോം. അതെന്തിനു വേണ്ടിയിട്ടാ? പോപ്പുലേഷനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ് അവർ. പിന്നെ അതുപോലെ തന്നെ അവരുടെ കമ്മ്യൂൺ സിസ്റ്റം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൂട്ടം ആളുകൾ കളക്റ്റീവായിട്ട് ഒരുമിച്ച് നിന്ന് ഒരു ഏരിയയിൽ കൾട്ടിവേറ്റ് ചെയ്യുക, അതാണ് കമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്നും ഈ സ്ലൈഡിൽ കാണുന്നില്ലായിരിക്കും അല്ലെ, ഞാൻ വെറുതെ ഓവറോൾ ആയിട്ട് പറയുവാണ്, നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. സ്ലൈഡ് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, സ്ലൈഡ് അയച്ചു തന്നാൽ പോരെ? യെസ്. അപ്പൊ കമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കളക്റ്റീവ് കൾട്ടിവേഷൻ ആണ്. അതുപോലെ തന്നെ ഗ്രേറ്റ് പ്രൊലറ്റേറിയൻ കൾച്ചറൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞൊരു റെവല്യൂഷൻ നടന്നിട്ടുണ്ടായി. ആ റെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടുത്തെ ചൈനയിലുള്ള പ്രൊഫഷണൽസും സ്റ്റുഡൻസും ഒക്കെ റിമോട്ട് ആയിട്ടുള്ള ഏരിയാസിൽ, ആർക്കും എത്തിച്ചെല്ലാൻ പറ്റാത്ത റൂറൽ ആയിട്ടുള്ള, ചൈനയിലുള്ള റൂറൽ ആയിട്ടുള്ള ഏരിയാസിൽ, കൺട്രി സൈഡിലൊക്കെ പോയി വർക്ക് ചെയ്യുക. അങ്ങനെ പോയി അവരവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അതായത് മെയിൻ ആയിട്ടുള്ള സെന്ററുകളിൽ ഈ പ്രൊഫഷണൽസ് നിൽക്കാതെ പ്രൊഫഷണൽസ് എന്ത് ചെയ്യണം? കൺട്രി സൈഡിൽ പോയി വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു റെവല്യൂഷനാണ് ഗ്രേറ്റ് പ്രൊലറ്റേറിയൻ കൾച്ചറൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു കാര്യമാണ് ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്. ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇൻഡസ്ട്രിയലൈസേഷൻ. മാസീവായിട്ട് വലിയ രീതിയിൽ ചൈനയിൽ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ക്യാമ്പയിൻ ആണ് ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ ചൈനയുടെ നിങ്ങൾ എന്തായാലും പഠിക്കണം. ഏതൊക്കെയാണ്? കമ്മ്യൂൺ സിസ്റ്റം, ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്, ഗ്രേറ്റ് പ്രൊലറ്റേറിയൻ കൾച്ചറൽ റെവല്യൂഷൻ, ഈ 3 കാര്യങ്ങൾ. പിന്നെ ചൈന 1 ചൈൽഡ് ഫാമിലി നോം കൊണ്ടുവന്ന കാര്യം പറയാ. പിന്നീട് ചൈന പ്രൈവറ്റൈസേഷന് ഇമ്പോർട്ടൻസ് കൊടുത്തു. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് ബിസിനസ്സിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള എൻകറേജ്മെന്റ് കൊടുക്കുകയുണ്ടായി. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എൻകറേജ് ചെയ്തു. FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എൻകറേജ് ചെയ്തു. ഇങ്ങനെയുള്ള പോയിന്റ്സ് ആണ് ചൈനയുടെ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. സെറ്റാണ് മക്കളെ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവശിക്കേ. പിന്നെ നിങ്ങൾ ഡെമോഗ്രഫിക് ഇൻഡിക്കേറ്റേഴ്സും കൂടെ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുക കേട്ടോ. ഇത് ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാം. ഡെമോഗ്രഫിക് ഇൻഡിക്കേറ്റേഴ്സ്, ഒരു ബോക്സ് ഉണ്ട്. പോപ്പുലേഷൻ ഡെൻസിറ്റി, പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് 3 രാജ്യത്തിന്റെ കമ്പാരിസൺ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഈ സ്ലൈഡ് അയച്ചിട്ടേക്കാം. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവശിക്കേ. ലാസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ചെറിയൊരു വിഷമമുണ്ട്. നിങ്ങൾ സാരമില്ല, നിങ്ങൾ കുറെ നേരമല്ലേ കേട്ടിരിക്കണേ. നിങ്ങൾക്ക് ബോറടിക്കണ്ടോ? ബോറടിച്ചോ? എൻ്റെ മക്കൾ ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും നല്ലോണം പഠിച്ചിട്ട് വേണം കേട്ടോ എക്സാം എഴുതാൻ. പഠിക്കില്ല നിങ്ങൾ? സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈവശിക്കേ. യെസ്, ഓക്കെ. അപ്പൊ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം കേട്ടോ. യെസ്, ബൈ. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക, മീൻസ് നിങ്ങൾ സ്റ്റേ ബാക്ക് ചെയ്യുക, ബാക്കി എല്ലാവർക്കും ലീവ് ചെയ്യാം.